ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. അനുഗ്രഹീതമായ ഈ വിലയേറിയ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. ഈ ഫാസ്റ്റിംഗ് പ്രേയറിന്റെ അനുഗ്രഹീതമായ ഈ സെഷനിൽ നിങ്ങളോട് ദൈവത്തിന്റെ വചനം പ്രസംഗിപ്പാൻ ദൈവമായ കർത്താവ് എനിക്ക് നൽകിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൂരത്തും ചാരത്തും ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലായിരുന്നുകൊണ്ട് ദൈവവചന കേൾവിക്കായി, ദൈവശബ്ദത്തിനായി, ദൈവാലോചനയ്ക്കായി ഈ പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ച് ജോയിൻ ചെയ്ത എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്തുവിൽ ഞാൻ വളരെ സ്നേഹിക്കുന്ന പ്രിയ ബീന സിസ്റ്റർ, തൻ്റെ കുടുംബം, ഈ പ്ലാറ്റ്ഫോമിൽ ഇന്ന് രാത്രിയിൽ ശുശ്രൂഷയുമായി ജോയിൻ ചെയ്ത എല്ലാ കർത്താവിൻ്റെ ദാസന്മാരും ദാസിമാർക്കും ക്രിസ്തുവേശുവിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. തുടർച്ചയായി നടക്കുന്ന ഈ ഫാസ്റ്റിംഗ് പ്രെയറിൻ്റെ ഫസ്റ്റ് ഡേയുടെ സെക്കൻഡ് സെഷനിലാണ് ഇന്ന് രാത്രി നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. അനുഗ്രഹീതമായൊരു വർഷിപ്പ് സെഷൻ നമുക്ക് അറ്റൻഡ് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ കൃപകൾ നമ്മുടെ മേൽ പകരുവാൻ, ദൈവത്തിൻ്റെ ശബ്ദം ഇന്ന് രാത്രി നമുക്ക് കേൾക്കുവാൻ, പരിശുദ്ധാത്മാവ് നമ്മെ തുടർന്നും സഹായിപ്പാൻ വളരെ പ്രാർത്ഥനയോടെ, ഒരുക്കത്തോടെ, ഏകാഗ്രതയോടെ നാം എല്ലാവരും ദൈവസന്നിധിയിലായിരിക്കുന്നുവെന്ന് കരുതുന്നു. 29-ാം സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചോടെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ വചനം എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ തലത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അത് വനങ്ങളെ തോലുരിക്കുന്നു, അത് മരുഭൂമിയെ നടുക്കുന്നു എന്നൊക്കെ പറയുന്ന ആ പദപ്രയോഗങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ ഇന്ന് രാത്രിയിൽ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുവാൻ എൻ്റെ ഉള്ളിൽ കർത്താവ് തന്ന ഒരാശയം, ദൈവവചനത്തിൻ്റെ പ്രത്യേകത, അത് മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു എന്ന ഒരു വചനത്തിൻ്റെ തിരിച്ചറിവാണ്. ഇന്ന് രാത്രിയിൽ വിവിധ വിഷയങ്ങൾ, വിവിധ വേദനകൾ, വിവിധ ഭാരങ്ങൾ, വിവിധ സങ്കടങ്ങൾ ഒക്കെയാണ് ഇന്ന് രാത്രിയിൽ ഈ മീറ്റിങ്ങിൽ നമ്മെ ജോയിൻ ചെയ്യുവാൻ പ്രേരിപ്പിച്ചത് എന്നെനിക്കറിയാം. എന്തുകൊണ്ടാണ് ആ സങ്കീർത്തനത്തിൽ അപ്രകാരം ഒരു പദപ്രയോഗം എഴുതി വെച്ചത് എന്ന് ചോദിച്ചാൽ, ചരിത്രവശം പരിശോധിക്കുമ്പോൾ മാൻ ഒരു ദുർബലമായ, ബലഹീനമായൊരു ജീവിയാണ്. നിറവയറോടെ നിൽക്കുന്ന പേടമാൻ, നിറവയറോടെ നിൽക്കുന്ന ആ മാന് തനിക്ക് ഒരു പ്രസവവേദന ലഭിച്ചു എന്നറിയുമ്പോൾ എവിടെ പ്രസവിക്കണം, അഥവാ പ്രസവിച്ചാൽ എനിക്കും എൻ്റെ കുഞ്ഞിനും അപകടമാണ് എന്ന തിരിച്ചറിവോടെ ഒരു പ്രസവത്തോടടുക്കുന്ന ഒരു മാന് അത് വേഗം ഓടുകയാണ്, ലക്ഷ്യമില്ലാതെ ഓടുകയാണ്. എവിടെയെങ്കിലും തരം കണ്ടെത്തുന്നിടത്ത് ഒരു സുരക്ഷിത സ്ഥാനം ഒരുങ്ങി വരട്ടെ, തലമുറയ്ക്ക് ജന്മം കൊടുക്കാമെന്ന് കരുതി അത് ഓടുകയാണ്. പക്ഷെ ഓടുന്തോറും, മരുഭൂമിയിലൂടെ ഓടുന്തോറും അതിൻ്റെ ദൂരങ്ങൾ ദൈർഘ്യമാകുകയാണ്. അങ്ങനെ ലക്ഷ്യം കാണാതെ വേദനയോടെ ഓടുന്ന ഈ മാനിന് മുമ്പിൽ അതിൻ്റെ സൃഷ്ടിതാവായ ദൈവം സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് ആ ഓട്ടം കണ്ടിട്ട് മരുഭൂമിയെ നടുക്കുന്ന ഇടി മുഴക്കുന്നു. അങ്ങനെ ഉയർന്ന് തലയെടുപ്പോടെ നിൽക്കുന്ന ആ മരുഭൂമിയിലെ പല വൻമരങ്ങളുടെയും മുകളിൽ ഇടിയാച്ചേറ്റ്, ഇടിവെട്ടി, സ്തോത്രം, അതിൻ്റെ മുകളിൽ നിന്ന് അതിൻ്റെ തോല് താഴോട്ട് ഉരിഞ്ഞു വീഴുന്നു. അതൊരു ഷെൽട്ടർ പോലെ, അതൊരു സങ്കേതം പോലെ ആയിത്തീരുകയും വേദനയോടെ ഓടുന്ന മാന് ഈ മരത്തിൻ്റെ തോല്, ഉരിഞ്ഞു വീണ തോല് ഏതാണ്ട് ഒരു റൗണ്ട് ഷേപ്പിൽ വീണ് കിടക്കുമ്പോൾ അതിനകത്ത് കയറി സുരക്ഷിതമായി പ്രസവിക്കുകയും തനിക്കും തൻ്റെ കുഞ്ഞിനും ഒരു കേടുവരാതെ വിടുതലേറ്റെടുക്കുകയും ചെയ്യുന്നു. ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ പ്രാരംഭ വാക്കുകൾ ഓർപ്പിച്ചതിൻ്റെ കാര്യം, ദൈവത്തിൻ്റെ വചനത്തിൽ ഇന്ന് രാത്രിയിൽ നാം വേദനയോടെ, ഭാരത്തോടെ, സങ്കടത്തോടെ ഇരിക്കുമ്പോൾ, മറിയ എത്രയോ പ്രാവശ്യം ആലയത്തിൽ പോയി. അവൾക്ക് വേദന ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ അവൾക്ക് വാ തുറക്കാൻ നിർവാഹമില്ല. അവൾക്ക് വീട്ടിൽ പ്രശ്നമുണ്ട്, അവൾ പ്രാർത്ഥിക്കാൻ ചെല്ലുന്നിടത്തും പ്രശ്നമുണ്ട്. സ്തോത്രം. പക്ഷേ അവൾക്ക് ഇന്ന് വരെ ശരിയായിട്ടൊന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. സ്തോത്രം. വീട്ടിൽ പ്രാർത്ഥിക്കാൻ ഇരുന്നാൽ അത് മറ്റൊരു പ്രതിസന്ധിയായിട്ട് മാറും. ഇനിയും ആലയത്തിൽ പ്രാർത്ഥിക്കാൻ ചെന്നാലോ അവിടെ ഇരിക്കുന്ന ആ പാസ്റ്റർ പറയും, നീ വീഞ്ഞു കുടിച്ചിട്ടാണ് വന്നത്, നിനക്ക് സുബോധമില്ലാതാണ് പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവളെ വല്ലാതെ ഇകഴ്ത്തുമ്പോൾ അവിടെയും ഇവിടെയും സ്വസ്ഥതയില്ലാതെ അവിടെ മനസ്സും ഹൃദയവും ഏതോ തരത്തിൽ സഞ്ചരിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഒരു ദിവസം അവൾക്ക് തിരിച്ചറിവുണ്ടായി. സ്തോത്രം. ഈ വിഷയത്തെ ഇങ്ങനെ വിട്ടാൽ
ഒരിക്കലും എനിക്കൊരു വിടുതൽ ഉണ്ടാകത്തില്ല എന്ന തിരിച്ചറിവ് അവളെ എവിടെ എത്തിച്ചെന്നറിയാമോ? അതേ, സ്തോത്രം, തൻ്റെ ഉദരത്തിൻ്റെ കെട്ടുപൊട്ടിക്കാനുള്ള ഒരാത്മസാന്നിധ്യത്തിലേക്ക് അവളെ എത്തിച്ചു. സ്തോത്രം. അവിടെ മനസ്സിന് സ്വസ്ഥതയില്ല, അവിടെ ശരീരത്തിന് സ്വസ്ഥതയില്ല, അവിടെ ഹൃദയത്തിന് സ്വസ്ഥതയില്ല. പക്ഷെ അവൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു: ഇതിങ്ങനെ പോയാൽ ഒരിക്കലും എൻ്റെ ഉദരത്തിൽ നിന്നൊരു പ്രവാചക തലമുറ പുറത്തു വരത്തില്ല എന്ന തിരിച്ചറിവോടെ അവൾ അന്ന് ആ പകൽ അവൾ പരിസരം മറന്നു. ഈ സെക്കൻഡ് സെഷനിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു, ചില വേദനകൾ ഉള്ളിൽ ഒതുക്കി, ചില ഭാരങ്ങൾ ഉള്ളിൽ ഒതുക്കി, സ്തോത്രം, ആരും അറിയരുത്, ആരോടും പറയരുത് എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ ഈ സൂമിലൊക്കെ കയറുമ്പോൾ, സ്തോത്രം, ദൈവകൃപയിൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ ആത്മാവിൽ ദൂത് പറയുമ്പോൾ ഏറ്റെടുത്താൽ മതി. ദൈവത്തിന് സ്തോത്രം. ആരോടും പുറത്തു പറയണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം: ഓരോ സൂമിൽ കയറുമ്പോഴും പ്രാരംഭത്തിൽ സിസ്റ്റർ ഓർപ്പിച്ചതുപോലെ ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ എന്നും അമേൻ ഉപവസിക്കുന്ന പോലല്ല, ഒരു പുതിയ ചുവടുവെപ്പ് ഉണ്ടാകണം. സ്തോത്രം. ഒരു പുതിയ ചുവടുവെപ്പിലൂടെ ആമേൻ ചില പ്രിയപ്പെട്ടവരുടെ മേൽ ഉണ്ടായി വരേണ്ട, വെളിപ്പെട്ടു വരേണ്ട ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയിലേക്ക് ദൈവം ചിലരെ കൈപിടിച്ചുയർത്തും എന്ന് പരിശുദ്ധാത്മാവ് ഈ പ്ലാറ്റ്ഫോമിന്റെ സെക്കൻഡ് സെഷനിൽ ദൂത് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. എത്ര പേര് ഇന്ന് രാത്രി ഏറ്റെടുക്കാൻ മനസ്സുണ്ട്? സ്തോത്രം. പലപ്പോഴും നമുക്കറിയാം, നമ്മൾ പ്രവചിക്കുന്നവരാണ്, നമ്മൾ ദൂത് എടുക്കുന്നവരാണ്, ദൂത് പറയുന്നവരാണ്, ദൂത് കേട്ടവരാണ്. പക്ഷെ പലപ്പോഴും എവിടെയാണ് വിഷയം? സ്തോത്രം. ആ ദൂതിനനുസരിച്ച് നമ്മൾ നമ്മളെ തന്നെ ഒരുക്കുകയും ക്രമീകരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ മേൽ നിവർത്തിക്കപ്പെടുന്നത്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, സ്തോത്രം, ഞാൻ നിനക്കൊരു സന്തതിയെ തരും. ആ വാഗ്ദത്തം കേട്ട് ചാർച്ചക്കാരെയും ദേശത്തെയും പിതൃഭവനത്തെയും ഒക്കെ വിട്ട് അബ്രഹാം പുറപ്പെട്ടെങ്കിലും ദീർഘമായ കാലങ്ങൾ മുൻപോട്ട് പോയി. നമുക്കറിയാം, അതിന്റെ 17-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അബ്രഹാമിന് അടുത്ത് വന്ന് ദൈവം തന്നെയോട് പറയുകയാണ്, ഐ ആം ദ സോവറിൻ ഗോഡ്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകും. ഒന്നുകൂടെ അബ്രഹാമിന്റെ കാതുകളിൽ ദൈവശബ്ദം കേൾപ്പിക്കുകയാണ്, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. പ്രവാചകൻ ആമേൻ ഇങ്ങനെ പറയുന്നുണ്ട്, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കാതുകൾക്ക് മന്ദതകൾ ബാധിക്കപ്പെട്ടിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഈ സെക്കൻഡ് സെഷനിലും പരിശുദ്ധാത്മാവ് പറയുന്നു, കേട്ട വാഗ്ദത്തം ആമേൻ പ്രാപിക്കുവാൻ കഴിയാതെ നമ്മിൽ പലരെയും ആലസ്യത്തിലേക്കും അലംഭാവത്തിലേക്കും ക്ഷീണത്തിലേക്കും മടുപ്പിലേക്കും പ്രാർത്ഥനയുടെ കുറവുകളിലേക്കും തള്ളിവിടുമ്പോൾ ഈ സെക്കൻഡ് സെഷനിൽ നമുക്ക് ഏറ്റെടുക്കാം, കർത്താവേ, ഒരു പുതിയ ചുവടുവെപ്പ്. കരമുയർത്തി ഒന്ന് ആത്മാവിൽ പ്രഖ്യാപിച്ചേ, ഒരു പുതിയ ചുവടുവെപ്പ്. ആത്മാവിൽ ചിലതിനു വേണ്ടി ഒരു പുതിയ ചുവടുവെപ്പ് ഈ രാത്രി ഒന്ന് പ്രവചിച്ച് പ്രഖ്യാപിച്ചേ. എൻ്റെ ലൈഫിൽ, എൻ്റെ മിനിസ്ട്രിയിൽ, എൻ്റെ ശുശ്രൂഷയിൽ ഒരു പുതിയ ചുവടുവെപ്പിനാണ് ഈ ഫാസ്റ്റിംഗ് പ്രയർ ക്രമീകരിച്ചിട്ടുള്ളത് എന്ന് എത്ര പേര് ആത്മാവിൽ സ്തോത്രം ചെയ്യും? ഞാൻ ഒന്നുകൂടെ എൻ്റെ ഹൃദയത്തിൽ വരുന്ന ദൂത് പറയാം. സ്തോത്രം. അന്ത്യോക്യയിലെ സഭയിൽ ഒരുപാട് ഉപദേഷ്ടാക്കന്മാരുണ്ട്. അന്ത്യോക്യയിലെ സഭയിൽ പ്രവചിക്കുന്ന പ്രവാചകന്മാരുണ്ട്. അന്ത്യോക്യയിലെ സഭ ഒരു ഉപവസിക്കുന്ന സഭയാണ്, പ്രാർത്ഥിക്കുന്ന സഭയാണ്, ആരാധിക്കുന്ന സഭയാണ്. യെരൂശലേമിലെ സഭയിൽ ഒരുപാട് മൂപ്പന്മാരുണ്ട്. പത്രോസിന്റെ നേതൃത്വത്തിൽ, യോഹന്നാന്റെ അതേ അഭിഷിക്തമായ ശുശ്രൂഷയുടെ നേതൃത്വത്തിൽ പക്വതയുള്ള പാകതയുള്ള ഒരുപാട് ആളുകൾ അവിടെയുണ്ട്. പക്ഷേ അന്ത്യോക്യയിലെ സഭയിൽ ഒരു പുതിയ ചുവടുവെപ്പ് നടന്നു. എന്താ പുതിയ ചുവടുവെപ്പ്? യെരൂശലേമിലെ സഭ പോലെയല്ല അന്ത്യോക്യയിലെ സഭ. ഇന്ന് രാത്രി പല സൂം പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിലും അതുപോലെയല്ല ഈ പ്ലാറ്റ്ഫോം എന്ന് വിശ്വസിച്ച് ദൈവത്തിന് സ്തോത്രം. വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട്, ഒരു വ്യത്യസ്തമായ വെളിപ്പാട്, ഒരു വ്യത്യസ്തമായ കൈമാറ്റം, ഒരു വ്യത്യസ്തമായ ആലോചന ഇന്ന് രാത്രി പ്രാപിക്കുവാൻ ഈ രാത്രി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന് സ്തോത്രം. അവിടെ സ്തോത്രം ശീമോനുണ്ട്, അവിടെ മനായേലുണ്ട്, അവിടെ ശൗലുണ്ട്, അവിടെ ബർന്നബാസ് ഉണ്ട്, അവിടെ പലരുമുണ്ട്. പക്ഷേ അവിടെ ഒരു പുതിയ ദൈവശബ്ദം ഈ ഉപവാസത്തിനകത്ത് പരിശുദ്ധാത്മ വെളിപ്പെടുത്തി. വീനാസത്തെ പരിശുദ്ധാത്മ പറയുന്നു, ഈ ഉപവാസത്തിൽ ഒരു പുതിയ ചുവടുവെപ്പ് ഉണ്ടാകും, ഒരു പുതിയ മാറ്റം ഉണ്ടാകും, ഒരു പുതിയ എൻകൗണ്ടർ ഉണ്ടാകും. ദൈവത്തിന്റെ ആത്മാവ് ഈ പ്ലാറ്റ്ഫോമിലുള്ള ചിലരോട് പറയുന്നു, ഇതുവരെ നീ സുവിശേഷകനായിരുന്നെങ്കിൽ, ഇതുവരെ നീ പാസ്റ്റർ ആയിരുന്നെങ്കിൽ, ഇതുവരെ നീ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്ത ആളായെങ്കിൽ, ഇതുവരെ നീ പ്രാർത്ഥനയിൽ മാത്രം ഒതുങ്ങി നിന്ന ആളായിരുന്നെങ്കിൽ, ഈ രാത്രി പരിശുദ്ധാത്മ പറയുന്നു, ഒരു മിഷന് വേണ്ടി, ഒരു മിഷണറിയായി ഇതിനകത്ത് ചിലരെ പരിശുദ്ധാത്മാവ് കൈവച്ച് വേർതിരിക്കും. ദൈവത്തിന് സ്തോത്രം. സന്തോഷത്തോടെ സ്തോത്രം ചെയ്തേ. ആമേൻ. രോഗം മാറുമെന്നോ, വീട് കിട്ടുമെന്നോ, വണ്ടി കിട്ടുമെന്നോ ഒക്കെയാണ് ആദ്യത്തെ പ്രവചനമെങ്കിൽ നിങ്ങൾ ആത്മാവിലായേനെ. പക്ഷെ ഇന്ന് രാത്രിയിൽ അതൊന്നുമല്ല. എൻ്റെ നാവിൽ പരിശുദ്ധാത്മാവ് തരുന്നത്, നിങ്ങളുടെ തലമുറകളിൽ ചിലരെ, നിങ്ങളിൽ ചിലരെ
അടുത്ത ശുശ്രൂഷയ്ക്കായി ഇതുവരെ നിങ്ങൾ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, ആരാധിച്ചു ഒക്കെ നിന്നിരുന്നെങ്കിൽ, എന്നാൽ അതിനപ്പുറത്ത് ആത്മാവ് ആ സഭയോട് ദൂത് പറയുകയാണ്, ഞാൻ വേർതിരിക്കാൻ പോകുകയാണ്. എന്തിനാ? ചിലരെ എന്തിനു വേണ്ടി വേർതിരിക്കാൻ പോകുകയാണ്? സന്തോഷം ഉള്ളവരൊക്കെ ഒന്ന് സ്തോത്രം ചെയ്തിരിക്കണം. ഞാൻ ചിലരെ വേർതിരിക്കാൻ പോകുകയാണ്. ഈ പ്ലാറ്റ്ഫോമിൽ കയറിയ ചിലരോട് പറയുന്നു, ഇതുവരെ നീ ശുശ്രൂഷിച്ചു, ഇതുവരെ നീ പ്രാർത്ഥിച്ചു, ഇതുവരെ നീ ഉപവസിച്ചു, പക്ഷെ ഇതുവരെ ചെയ്യാത്ത ചില ശുശ്രൂഷകൾ ചെയ്യാൻ, ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ചിലത് ചെയ്തെടുക്കാൻ ഇന്ന് രാത്രി ചിലരെ ആത്മാവ് വേർതിരിക്കുകയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കർത്താവെ, ഇതുവരെ പോയതിനപ്പുറത്ത്, ഇതുവരെ ചെയ്തതിനപ്പുറത്ത് മറ്റൊന്നിലേക്ക് എൻ്റെ ദിശയെ തിരിക്കാൻ, എൻ്റെ ശുശ്രൂഷയ്ക്ക് ഒരു തിരിവ് വരുവാൻ ഇന്ന് രാത്രി ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറയാൻ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവെ, അന്ത്യോക്യയിലെ സഭയിൽ നടന്നതുപോലെ എൻ്റെ കൂടാരത്തിൽ, എൻ്റെ തലമുറയിൽ, എൻ്റെ മിനിസ്ട്രിയിൽ, എൻ്റെ ചർച്ചിനകത്ത് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന, പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ഒരാഴമേറിയ കൈമാറ്റം. പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഞാൻ എനിക്ക് വേണ്ടി എന്ത് ശുശ്രൂഷയ്ക്കായി ശൗലിനെയും ബർന്നബാസിനെയും വിളിച്ചു വിട്ടുണ്ടോ അവരെ എനിക്ക് വേണ്ടി വേർതിരിപ്പി. നോക്ക്, അതുവരെ ചെയ്തതല്ല, അതുവരെ പ്രവചിച്ചതല്ല, അതുവരെ പ്രസംഗിച്ചതല്ല, അപ്പോഴും അവർ ശുശ്രൂഷയിലാണ്. ഒരു പുതിയ ചുവടുവെപ്പ്. ദൈവത്തിന് സ്തോത്രം. എന്തിന്? ഒരു പുതിയ മിഷന് വേണ്ടി, ഒരു പുതിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ ആത്മാവ് അവരെ വേർതിരിച്ചൊരുക്കി മാറ്റുകയാണ്. ഇന്ന് രാത്രിയിൽ കയറിയ ചിലരോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, ഒരു പുതിയ ചുവടുവെപ്പ് ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ എവിടെയൊക്കെ പുതിയ ചുവടുവെപ്പുകൾ ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം അസാധാരണമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഈ രാത്രിയിൽ ഒന്ന് ആത്മാവിൽ പ്രഖ്യാപിച്ച് ഒരു സൂപ്പർ നാച്ചുറലായ കാര്യങ്ങൾ സംഭവിച്ചിരിക്കും. സ്തോത്രം. ആമേൻ. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ അറിയാം, അങ്ങനെ കൈവച്ചവരെ വേർതിരിച്ചു. പൗലോസിന്റെ ആദ്യത്തെ പൗലോസ് 5 അത്ഭുതങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. ആദ്യത്തെ അത്ഭുതം എന്ന് പറയുന്നത് നമുക്കറിയാം. എന്താണ് താൻ ചെയ്തത്? സ്തോത്രം, സ്തോത്രം. തനിക്ക് മുമ്പിൽ വെളിപ്പെടുന്ന ഒരു വിഷയത്തെ തനിക്ക് എന്ത് സംഭവിച്ചോ അത് തന്നെ താൻ ഇംപ്ലിമെന്റ് ചെയ്തു. സ്തോത്രം. ദമസ്കോസിന്റെ പടിവാതിൽ കടക്കാതെ അന്ന് നട്ടുച്ചയ്ക്ക് സൂര്യനെ കവിയുന്ന ഒരു വലിയ തേജസ് തന്നെ ചുറ്റിമിന്നി. എന്ത് സംഭവിച്ചു? സ്തോത്രം, സ്തോത്രം. തന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. സ്തോത്രം. തനിക്കൊരു ദർശനമുണ്ടായി. താൻ ഒരു വീട്ടിൽ ചെന്നെത്തപ്പെട്ടു. ഒരു അനനിയാസ് എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ അടുക്കൽ വരുന്നു, തന്റെ മേൽ കൈവെക്കുന്നു, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവശബ്ദമുണ്ടായി. സ്തോത്രം. ഇത്രയും മാത്രം അറിയാം. അനനിയാസിന് ശൗലിനെ അറിയത്തില്ല, ശൗലിന് അനനിയാസിനെയും അറിയത്തില്ല. സ്തോത്രം. ഇന്ന് രാത്രിയിലും ഈ പ്ലാറ്റ്ഫോമിൽ കയറിയ പലരെയും നമുക്ക് തമ്മിൽ ഒന്നും അറിയത്തില്ല. ഇനിയും എന്നെ ക്ഷണിച്ച ഈ ബീനാസിക്ക് പോലും ഞാൻ എവിടെയാണെന്നോ ഞാൻ ആരാണെന്നോ വ്യക്തമായിട്ട് അറിയത്തില്ല. എനിക്ക് ആ സഹോദരിയെ ഒട്ടും അറിയത്തേയില്ല. ഈ സൂമിലൂടെ പരിചയപ്പെട്ടു, മീറ്റിങ്ങിന് ക്ഷണിച്ചു. ഇതിനു മുൻപ് ഒരുപാട് പ്രാവശ്യം ഈ മീറ്റിങ്ങിൽ ഞാൻ ശുശ്രൂഷിച്ചിട്ടുണ്ട്. സ്തോത്രം. ഈ മീറ്റിങ്ങിൽ കയറിയ പലരെയും ഇതിനു മുൻപ് കയറിയത് കൊണ്ട് ചിരിക്കുന്ന നിങ്ങളുടെ മുഖത്തെ പണ്ട് ഈ മീറ്റിങ്ങിൽ കണ്ടവരാണെന്ന് മാത്രം അറിയാം. പക്ഷേ നിങ്ങൾ എവിടെയാണെന്നോ നിങ്ങളുടെ ലൊക്കേഷൻ എവിടെയാണെന്നോ എനിക്കറിയത്തില്ല. ഞാൻ ഇതിനു മുൻപ് ഈ മീറ്റിങ്ങിൽ പണ്ടൊരു ഉപവാസ പ്രാർത്ഥന കയറിയപ്പോൾ ദൂത് പറഞ്ഞ പലരും എൻ്റെ മുമ്പിൽ വീഡിയോ ഓണാക്കിയിരിപ്പുണ്ട്. സ്തോത്രം. അങ്ങനെ അറിയാവുന്നുള്ളതല്ലാതെ ഒരു വ്യക്തമായ ബോധ്യം അറിയത്തില്ല. പക്ഷെ ദൈവം ഒരാളെ പരിചയപ്പെടുത്തിയപ്പോൾ, ദൈവം ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 9 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ എവിടെയാണ്? അവൻ യൂദായുടെ വീട്ടിലുണ്ട്. അവൻ്റെ പ്രശ്നം എന്താണ്? അവൻ ഇപ്പോൾ കണ്ണിന് കാഴ്ചയില്ലാതിരിക്കുന്നു. എന്താണ് ചെയ്യേണ്ടത്? നീ ചെന്ന് അവൻ്റെ മേൽ കൈവെക്കണം എന്നവൻ ദർശനത്തിൽ കണ്ടിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ദൈവം കൈമാറുന്ന ഓരോന്നും അവ്യക്തത ല്ല, വ്യക്തമാണ്. എത്ര പേര് ആമേൻ പറഞ്ഞു? സ്തോത്രം. അതും ഇത് കാണുകയല്ല. സ്തോത്രം, സ്തോത്രം. പണ്ടൊരിക്കൽ എൻ്റെ സഭയിൽ ഒരു സഹോദരി രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടു. പോത്ത് കുത്താൻ വരുന്നത് കണ്ട് പോത്തിനെ ഓടിച്ചതാ. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ കൈ ഒടിഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. ആമേൻ. അതങ്ങനെ ഒന്നും നമ്മൾ സ്വപ്നം കാണരുത്. സ്തോത്രം. പോത്ത് കുത്താൻ വരത്തില്ല, നിന്നെയോട്ട് പോത്ത് കുത്തത്തുമില്ല. പോത്ത് പോയിട്ട് കൊമ്പനാന നിന്നെ കുത്തുകയല്ല, പിന്നാട്ട് പോത്ത്. സ്തോത്രം. രക്തത്താൽ ജയം. ഞാൻ പറഞ്ഞു വന്നത് വ്യക്തമാണ്. കർത്താവ് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വ്യക്തമാണ്. ലൊക്കേഷൻ ക്ലിയർ ആണ്, നാവിഗേഷൻ സിസ്റ്റം ക്ലിയർ ആണ്. കർത്താവ് പറഞ്ഞു, നീ അവന്റെ തലയിൽ കൈവെക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ശൗലിനും ഇതേ വെളിപ്പാട് ദൈവം കൊടുത്തു. സ്തോത്രം. ഇങ്ങനെ ഒരാൾ വരുമെന്നും ആ ആൾ നിന്റെ മേൽ കൈവെക്കുമെന്നും
കൃത്യമായി കർത്താവിൻ്റെ ആത്മാവ് ശൗലിനോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, അവൻ മുമ്പോട്ട് പോകുമ്പോൾ അവൻ്റെ ശുശ്രൂഷയെ തടസ്സപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ മുൻപിൽ വന്നു. തൻ്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്തുന്ന, തൻ്റെ പ്രസംഗത്തിലൂടെ വിശ്വസിക്കുന്ന വിശ്വാസികളെ തടയുന്ന ഒരു വിഷയം തൻ്റെ മുമ്പിൽ വന്നു. താൻ എന്ത് ചെയ്തു? അവിടെ നിന്നുകൊണ്ട് തനിക്ക് എന്ത് ദമസ്കോസിൽ സംഭവിച്ചോ അത് അവിടെ ഇംപ്ലിമെന്റ് ചെയ്തു. ഇന്ന് രാത്രിയിൽ കർത്താവ് പറയുന്നു, പൂർവ്വകാലങ്ങളിൽ സംഭവിച്ച പലതും ഇന്ന് രാത്രി തുറക്കുന്ന ദിനങ്ങൾ മുൻപിൽ വരും. ഒന്നുകൂടെ പറഞ്ഞാൽ 14 വർഷങ്ങളുടെ പിറകിൽ ഇതേ പൗലോസിന് ഒരു അനുഭവം ഉണ്ടായി. പക്ഷെ ഇന്ന് വരെ താൻ ആരോടും തുറന്നു പറഞ്ഞിട്ടില്ല, ഇതുവരെ ആരോടും ഷെയർ ചെയ്തിട്ടില്ല, ഇന്ന് വരെ ആരോടും താൻ പങ്കുവച്ചിട്ടില്ല, ആരുടെയും മുമ്പിൽ താൻ ഈ സാക്ഷ്യം തുറന്നിട്ടില്ല. 14 വർഷങ്ങളുടെ പുറകിൽ നടന്ന സംഭവമാണ്. പക്ഷെ ഇപ്പോൾ സമയം വരുന്നു, അതിൻ്റെ ഡ്യൂ ഡേറ്റ് വന്നു. പൗലോസ് അത് തുറക്കുകയാണ്. പൗലോസ് പറയുകയാണ്, ഒരു മനുഷ്യനെ എനിക്കറിയാം, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ എനിക്കറിയാം. അവൻ 14 സംവത്സരം മുമ്പ് 3-ാം സ്വർഗം വരെ എടുക്കപ്പെട്ടു. എന്നിട്ട് പറയുകയാണ്, അത് ശരീരത്തോടെയാണോ ശരീരം കൂടാതെയാണോ എന്ന് ഞാൻ അറിയുന്നില്ല, പക്ഷെ ഞാൻ ഒന്നറിയുന്നു, സ്തോത്രം, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. നോക്കിക്കേ, തനിക്കിന്ന് പറയാനുള്ളത് താൻ പോയെന്നോ താൻ ദർശനം കണ്ടെന്നല്ല, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ 14 വർഷമായി താൻ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഒരു ദർശനം, 14 വർഷമായി താൻ ആരോടും പറയാത്തൊരു ടെസ്റ്റിമണി, 14 വർഷമായി താൻ ആരോടും ഇതുവരെ പങ്കുവെക്കാത്തൊരു ശുശ്രൂഷയുടെ പുതിയ ചുവടുവെപ്പ് ഇപ്പോൾ തനിക്ക് തുറക്കാൻ സമയമായി. ഇന്ന് രാത്രി ചിലരോട് കർത്താവ് പറയുന്നു, ദീർഘവർഷങ്ങളുടെ പുറകിൽ നമ്മൾ അനുഭവിച്ച എൻകൗണ്ടറുകൾ, നമ്മൾ പ്രാപിച്ച ആലോചനകൾ, നമ്മൾ പ്രാപിച്ച ദൈവശബ്ദങ്ങൾ, നാം കേട്ട ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, അത് പലരോടും തുറക്കാൻ സമയമായി. സ്തോത്രം. ഇന്ന് രാത്രി ചിലരോട് കർത്താവ് പറയുന്നു, പാട്ട് കയ്യിൽ കിട്ടിയവരുണ്ട്, പാട്ട് എഴുതി വച്ചിട്ടുള്ളവരുണ്ട്, ഡയറി കുറിപ്പുകൾ എഴുതിയവരുണ്ട്, പ്രസംഗങ്ങൾ എഴുതിയവരുണ്ട്, പുസ്തകങ്ങൾ പുറത്തു വരാൻ അത് എഴുതി കുറിപ്പുകളുണ്ട്. പക്ഷേ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, സമയമായിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. ഇന്ന് രാത്രി നിന്റെ പാട്ട് പുറത്തു വരും, നിന്റെ ദൂതുകൾ പുറത്തു വരും. നീ എഴുതി വെച്ച കൊച്ചു കൊച്ചു കുറിപ്പുകൾ, ധ്യാന ചിന്തകൾ, നീ എഴുതി വെച്ച ബൈബിളിലെ കൊച്ചു കൊച്ചു ചിന്തകൾ ഈ ദിവസങ്ങളിൽ പുറത്തു വരും. എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ അങ്ങനെ ഒരു വിടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്? ഇന്ന് രാത്രി ഞാനല്ല, പരിശുദ്ധാത്മാവ് ഈ വിഷയത്തെ വിവേചിച്ചു പറയുന്നു. കാലങ്ങളുടെ പുറകിൽ നിനക്ക് ദൈവം കൈമാറിയിട്ടുള്ള ചില പ്രത്യേക വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണത്തിലേക്ക് പരിശുദ്ധാത്മാവ് ചിലരെ കൊണ്ടുവരികയാണ്. 14 വർഷത്തിന് മുമ്പ് സംഭവിച്ച വിടുതൽ, 14 വർഷത്തിന് മുമ്പുണ്ടായ എൻകൗണ്ടർ ഇപ്പോൾ നമുക്കറിയാം. സ്തോത്രം. ഈ മനുഷ്യൻ തുറക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച കൂട്ടത്തിൽ എൻ്റെ ഹൃദയത്തിൽ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് തന്നൊരു ആലോചനയുണ്ട്. അതിങ്ങനെയാണ്, ഈ പ്രാർത്ഥന എന്ന വിഷയം തന്നെ കൊണ്ടുവന്നത് പരിശുദ്ധാത്മാവാണ്, യഹോവയായ ദൈവമാണ്. എവിടെയാണ് വാക്യം? ഒന്ന് വായിച്ച് എന്നെ സഹായിക്കണം. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 20-ന്റെ 7-ാമത്തെ വാക്യം ഒന്ന് എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു മർമ്മപ്രധാനമായ കാര്യം കാണാൻ കഴിയും. ഒരാൾ അൺമ്യൂട്ട് ചെയ്തൊന്ന് വായിച്ചേ. ഇപ്പോൾ ആ പുരുഷന് അവന്റെ ഭാര്യയെ മടക്കി കൊടുക്കാം, അവനൊരു പ്രവാചകനാകുന്നു. നീ ജീവനോടെ ഇരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, അവളെ മടക്കി കൊടുക്കാതിരുന്നാലും മതി. താങ്ക് യു. സ്തോത്രം. ഇവിടെ ഈ 20-ാം അധ്യായത്തിൽ അബ്രഹാം ഒരു ഭയങ്കര കുടുക്കിൽപ്പെട്ട് കിടക്കുകയാണ്. അബ്രഹാം മാത്രമല്ല, അബ്രഹാമിന്റെ ഭാര്യയായ സാറയും ഒരു വലിയ കുടുക്കിൽ കെട്ടുകിടക്കുകയാണ്. സ്തോത്രം. അബ്രഹാമിന്റെയും സാറയുടെയും ജീവിതത്തിൽ സംഭവിച്ച ഒരുപാട് താഴ്ചകളുണ്ട്, ഒരുപാട് പരാജയങ്ങളുണ്ട്. അതിൽ വലിയ ഒരു പരാജയത്തിൽ ഇപ്പോൾ ഒരു കുടുക്കിൽപ്പെട്ട് കിടക്കുകയാണ്. ഭാര്യ മാത്രമല്ല, ഭർത്താവും ആമേൻ, സ്തോത്രം, കുടുക്കിൽപ്പെട്ട് കിടക്കുകയാണ്. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു, ആമേൻ, ചിലർ ഇതിനകത്ത് കുടുക്ക് പൊട്ടിച്ച് പുറത്തു വരും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചില കുടുംബങ്ങളുടെ കുടുക്കുകൾ പൊട്ടും, ചില വ്യക്തികളുടെ കുടുക്കുകൾ പൊട്ടും. സ്തോത്രം. നിന്റെ മനുഷ്യബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നിനക്ക് പുറത്തു വരാൻ കഴിയത്തില്ല, യുക്തി കൊണ്ടും സമ്പത്ത് കൊണ്ടും പുറത്തു വരാൻ കഴിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു, ഈ രാത്രി ചില അബ്രഹാമുമാർ, ചില സാറമാർ ഈ രാത്രി കുടുക്കുകൾക്കകത്തു നിന്ന് പുറത്തു വരും. ചിലരോട് പരിശുദ്ധാത്മ പറയുന്നു, ചില ഭവനങ്ങളുടെ മേൽ വീണ കുടുക്കുകൾ ഈ രാത്രി പൊട്ടും. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ചേ, ഇവിടെ അബ്രഹാം പുറത്താണ്, സാറ കൊട്ടാരത്തിനകത്താണ്. സ്തോത്രം. ആമേൻ. വായിൽ നിന്ന് വീണ ഒരു ചെറിയ വാക്കിലൂടെ സംഭവിച്ച ഒരു വലിയ അപജയമാണ്, ഒരു കൊച്ചു മിസ്റ്റേക്കാണ്. ഇവിടെ എന്താ സംഭവിച്ചത്? സ്തോത്രം. അബ്രഹാമും സാറയും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ഇവര് തമ്മിൽ ഒരു ചെറിയ ടൈ അപ്പ് ഉണ്ട്,
ഒരു ചെറിയ സോൾട്ടയുണ്ട്. എന്താണെന്നറിയാമോ? ഇവർ ഇറങ്ങിയപ്പോഴേ ഇവർ തമ്മിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം. ഏതു ദേശത്ത് നമ്മൾ എന്ന് പാർത്താലും നീ പറയണം, ഞാൻ നിന്റെ സഹോദരനാണെന്നും ഞാൻ നിന്നെക്കുറിച്ച് പറഞ്ഞോളാം, നീ എൻ്റെ സഹോദരിയാണ്. സ്തോത്രം. വേദപുസ്തകത്തിൽ നിന്ന് തെളിയിക്കാൻ എൻ്റെ കയ്യിൽ വാക്യമുണ്ട്, പക്ഷെ ഞാൻ വായിപ്പിക്കാൻ സമയം എടുക്കുന്നില്ല. സ്തോത്രം. ഇറങ്ങിയപ്പോഴേ ഇവർ തമ്മിൽ ഉണ്ടായിരുന്ന ഒരു സോൾട്ടയ്യം ഇത് പരിശുദ്ധാത്മാവ് കണ്ടു. സ്തോത്രം. ഇന്ന് രാത്രിയിൽ നീ രഹസ്യത്തിൽ ചെയ്തിരിക്കുന്ന പലതും സ്വർഗം പരസ്യമായി കാണിക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഇരുട്ടത്ത് ചെയ്തത് ദൈവം വെളിച്ചത്ത് കൊണ്ടുവരും. നമ്മൾ അറയിൽ മന്ത്രിച്ചത് അവൻ പുരമുകളിൽ നിന്ന് ഘോഷിക്കും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. അപ്പോൾ ഇവരിറങ്ങിയപ്പോഴേ ഇവര് തമ്മിൽ ഒരു ചെറിയ ഉടമ്പടിയുണ്ട്. എന്താണെന്നറിയാമോ? എവിടെ ചെന്നാലും സ്തോത്രം നീ പറഞ്ഞോണം, സ്തോത്രം, എൻ്റെ സഹോദരനാണ് ഇദ്ദേഹം, ഞാൻ പറഞ്ഞോളാം ഇവൾ എൻ്റെ സിസ്റ്ററാണ്. സ്തോത്രം. അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടെ ബ്രദറും സിസ്റ്ററുമായി തീർന്നു. സ്തോത്രം. ഇത് എന്ത് സംഭവിച്ചു? സാറ കൊട്ടാരത്തിൽ ചെല്ലേണ്ടി വന്നു. അബീമേലെക്കിന്റെ കൊട്ടാരത്തിൽ സാറ എത്തപ്പെട്ടു. കാര്യങ്ങൾ നമുക്കറിയാം. സ്തോത്രം. സുന്ദരിയായ യൗവനക്കാരിയായ ഈ എബ്രായ സ്ത്രീയെ പിടിച്ച്, ഈ അബ്രഹാമിന്റെ ഭാര്യയെ പിടിച്ച് എവിടെ കൊണ്ടുപോയി? കൊട്ടാരത്തിൽ കൊണ്ടുപോയതിന്റെ ഉദ്ദേശം ഈ പരസ്യവേദിയിൽ വിവരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആ ഒരു മേഖലയിലേക്ക് പിശാച് അവളെ വശീകരിക്കുന്നതിന് മുൻപ് തന്നെ സ്വർഗം അന്ന് രാത്രിയിൽ ഇടപെട്ടു. ആർക്ക് വേണ്ടി? ഒരു സഹോദരിക്ക് വേണ്ടി, ഒരു ബലഹീന പാത്രമായ, ഒരു ദുർബലയായ, ഒരു സാധാരണക്കാരിക്ക് വേണ്ടി സ്വർഗം കൊട്ടാരത്തിനകത്തോട്ട് ഇറങ്ങി വന്ന് രാജാവിനോട് പറയുകയാണ്, സ്തോത്രം, ഇപ്പോൾ ആ പുരുഷന് അവന്റെ ഭാര്യയെ നീ മടക്കി കൊടുക്കണം. സ്തോത്രം. ഇന്ന് രാത്രി ചിലർക്ക് വേണ്ടി കർത്താവ് കൊട്ടാരത്തിനകത്ത് ഇടപെടും. ചിലർക്ക് വേണ്ടി കർത്താവ് ഉന്നതങ്ങളിൽ ഇടപെടും, രാജാക്കന്മാരോട് ഇടപെടും. സ്തോത്രം. ഇന്ന് രാത്രി വിശ്വസിക്ക്. വെറുതെ ഒരു പ്രസംഗം കേട്ട് മാത്രം ഇരിക്കാതെ സ്വർഗം ഇറങ്ങി വന്ന് അബീമേലെക്കിന്റെ കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഇപ്പോൾ ആ പുരുഷന് അവന്റെ ഭാര്യയെ മടക്കി കൊടുത്തേ പറ്റൂ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പാളിച്ച പറ്റിയത് അബ്രഹാമിനാണ്, തെറ്റു പറ്റിയത് സാറയ്ക്ക്. പക്ഷേ സ്തോത്രം, നിന്റെ ബലഹീനതകളെ മറന്ന്, നിന്റെ തെറ്റുകളെ ഓർക്കാതെ, നമ്മിൽ വന്ന കൊച്ചു കൊച്ചു തെറ്റുകൾ ഓർക്കാതെ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു അപ്പനെ 20-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ രാത്രി സന്തോഷത്തോടെ സ്തോത്രം ചെയ്ത്, വിശുദ്ധി മാത്രമായിരുന്നു എൻ്റെ മുഖമുദ്രയായിരുന്നെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളോട് ഞാൻ പ്രസംഗിക്കാൻ കാണില്ലായിരുന്നു. സ്തോത്രം, സ്തോത്രം. വിശുദ്ധനായ ഒരു പദവി മാത്രമായിരുന്നു നമുക്ക് പലർക്കും സ്തോത്രം ചാർത്താൻ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് രാത്രി വീഡിയോ ഓണാക്കി നമ്മൾ പലരും ഈ പ്ലാറ്റ്ഫോമിൽ കാണില്ലായിരുന്നു. ഒരുപാട് പാളിച്ചകൾ, ഒരുപാട് അബദ്ധങ്ങൾ, ഒരുപാട് വീഴ്ചകൾ, പലപ്പോഴും പിന്മാറ്റങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചപ്പോഴും നമ്മെ ചേർത്ത് പിടിച്ച് നീ എനിക്കുള്ളവനാണ് എന്ന് പറഞ്ഞ് പിന്നെയും പുതിയ ചുവടുവെപ്പുകളിലൂടെ, പിന്നെയും പുതിയ റെസ്റ്റോറേഷനിലൂടെ, പിന്നെയും പുതിയ ശുശ്രൂഷകൾ ഏൽപ്പിച്ച് എന്നെയും നിങ്ങളെയും കൃപയ്ക്കകത്ത് നിർത്തുന്ന അവന്റെ കരുണയുടെ കരമോർത്ത് ഈ രാത്രി എത്ര പേരുടെ കരമുയർത്തി ആ നല്ല കർത്താവിന് സ്തോത്രം ചെയ്യും. ഉടമന രഗജപടബലവ ശന്ധുനിയ രഗച്ചന ഹൽഗച്ചുന. ഈ രാത്രി ആത്മാവിനെ പ്രാപിച്ചവർ ആത്മനിറവോടൊന്ന് സ്തോത്രം ചെയ്തേ. എത്രയോ പ്രാവശ്യം കാലുകൾ വഴുതി, എത്രയോ പ്രാവശ്യങ്ങൾ വഴിയിൽ ഇടറിപ്പോയി, എത്രയോ പ്രാവശ്യം കൂട്ടം വിട്ട് തെറ്റിപ്പോയി, എത്രയോ പ്രാവശ്യം അരുതാത്ത പലതും നാവ് കൊണ്ട് പറഞ്ഞു, അരുതാത്ത പലതും പ്രവർത്തിച്ചു പോയി. എന്നാൽ അവിടെയെല്ലാം നമുക്ക് ദൈവം കൃപകളെ പകർന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഈ ലൂക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ ഒരു മനുഷ്യൻ അർദ്ധപ്രാണനായി ജീവനും മരണത്തിനും ഇടയിൽ സ്തോത്രം ഇനിയും മുമ്പോട്ട് ഒരു പ്രതീക്ഷയും ഇല്ലാതെ ആ മനുഷ്യൻ ഇങ്ങനെ കിടക്കുകയാണ്. എവിടെ? വഴിയോരത്ത്. സ്തോത്രം. അന്ന് തന്റെ കയ്യിലുണ്ടായിരുന്നതെല്ലാം ആര് കൊണ്ടുപോയി? കള്ളന്മാര് പിടിച്ചു കൊണ്ടുപോയി. കള്ളന്മാർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അവനല്ല അവരുടെ ലക്ഷ്യം, അവന്റെ കയ്യിൽ എന്തുണ്ടോ അതാണ് അവരുടെ ടാർജറ്റ്. ഇന്ന് രാത്രി പലരുടെയും ടാർജറ്റ് എന്നാണെന്നറിയാമോ? നിന്റെ കയ്യിലുള്ളതാ. സ്തോത്രം. ആരോടോ ബൈപ്പാസ് ചെയ്ത് കർത്താവ് ദൂത് പറയുന്നു, നിന്റെ കയ്യിലുള്ളതാണ് പലർക്കും പിടിക്കാത്തത്, നിന്റെ കയ്യിലുള്ളതാണ് പലരുടെയും ടാർജറ്റ്, നിന്റെ പേരിലുള്ളതാണ് പലരുടെയും ടാർജറ്റ്. പക്ഷെ ഇന്ന് രാത്രി അവർക്കത് മതി, നിനക്ക്
നിനക്കെന്ത് ഭവിക്കുമെന്നോ, നിനക്കെന്ത് സംഭവിക്കുമെന്നോ, നിനക്കെന്ത് ആയിത്തീരുമെന്നോ അവർക്ക് വിചാരമില്ല. നിന്നെക്കുറിച്ച് വിചാരമില്ലാത്ത ഒരുപാട് ആളുകൾ നിന്റെ കയ്യിലുള്ളതിനെ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ ഇന്ന് രാത്രിയിൽ ആമേ സ്തോത്രം സ്തോത്രം സ്തോത്രം, ജീവനും മരണത്തിനും ഇടയിൽ പ്രതീക്ഷയറ്റ് ആശയറ്റ് ഒരുവൻ വഴിയോരത്ത് കിടക്കുമ്പോൾ ദേ ഒരു മനുഷ്യൻ അതിലെ വരുന്നു. എന്തെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടും, എന്നെ എവിടെങ്കിലും എത്തിക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും അവനും ആ വഴിയൂടെ കടന്നുപോയി. രണ്ടാമതും മറ്റൊരുവൻ വന്നു, അവനും കടന്നുപോയി. പലരും കടന്നുപോയിട്ടുമ്പോൾ ഈ മനുഷ്യനും ചിന്തിച്ചു, ഇനി ഒരു വഴിയില്ല, ഇനി ആരും ഇതിലെ വരില്ല, ഇനി ആരും എന്നെ സഹായിക്കില്ല. അങ്ങനെയൊക്കെ ചിന്തിച്ചും മരണം മാത്രം മുമ്പിൽ കണ്ടുകിടക്കുന്ന ഒന്നുമില്ലാത്ത ഒരവസ്ഥയ്ക്കകത്ത് ദേ മൂന്നാമതൊരാൾ വരുന്നുണ്ട്. പ്രത്യാശയുള്ളവർ ഇന്ന് രാത്രി കണ്ടു. നിനക്കുണ്ടായിരുന്ന പലതും, നിനക്ക് വേണ്ടപ്പെട്ടവരും നിന്റെ കൂടപ്പിറപ്പുകളും നീ ചങ്കോട് ചേർത്ത പലരും നിന്റെ കയ്യിൽ ഇരുന്നത് മാത്രം കണ്ട് അതിന് മാത്രം ഫോക്കസ് ചെയ്ത് നിന്നെ വേണ്ട, പക്ഷെ നിന്റെ കയ്യിലുള്ളത് വേണം. ഓ, ആരോടോ കർത്താവിന്റെ ആത്മാവ് ഈ രാത്രി പ്രവചനാത്മാവിൽ വിളിച്ചു പറയുന്നു, അവർക്ക് നിന്നെയല്ല വേണ്ടിയത്, നിന്റെ കയ്യിൽ എന്തുണ്ടോ അതാണ് അവരുടെ ആവശ്യം. പക്ഷേ നോക്കൂ, ഒന്നാമത്തവനും രണ്ടാമത്തവനും മൂന്നാമത്തവനും ഒക്കെ അവരവരുടെ സ്വത്രം സെൽഫിഷ് മൈൻഡിൽ മാറി കടന്നുപോയി. പക്ഷേ ഈ മനുഷ്യന്റെ മുമ്പിൽ മുഴുവൻ വഴികളും കൊട്ടിയടച്ചു. ഈ മനുഷ്യന്റെ മുമ്പിൽ മുഴുവനും പ്രതികൂലമായി. ഇനി മരണം മാത്രമേ മുമ്പിലുള്ളൂ. ആശയറ്റവനെ പോലെ ഈ രാത്രിയിൽ ആരെന്നെ സഹായിക്കും, എവിടുന്നൊരു വിടുതൽ വരും എന്ന് ആഗ്രഹിച്ച് കയറിയ ചിലരോട് പരിശുദ്ധാത്മ പറയുന്നു, 1, 2, 3 ഒക്കെ നിന്റെ മുമ്പിലെ ട്രയലായിരുന്നു കേട്ടോ, നിന്റെ മുമ്പിലെ പരീക്ഷകളായിരുന്നു, നിന്റെ മുമ്പിലെ സ്തോത്രം ചില ശോധനയുടെ കാലമായിരുന്നു. പക്ഷേ നാലാമതൊരാൾ വരുന്നുണ്ട്. സ്തോത്രം, 4th സ്റ്റേജ് വരുന്നുണ്ട്. നാലാമത്തെ യാമത്തിൽ ഒരാൾ വരും. 4th സ്റ്റേജിൽ ഒരാൾ വരും. 1, 2, 3 യാമം നിനക്കും ശത്രുവിനും ഉള്ള സമയമായിരുന്നെങ്കിൽ നാലാമത്തെ യാമത്തിൽ ഒരാൾ വരുന്നുണ്ട്. നാലാമതൊരുവൻ വരുന്നുണ്ട്. അവന് നിന്നെയാണ് വേണ്ടിയത്. സ്തോത്രം, ഇതുവരെ ഞാൻ പറയാത്തൊരു ദൂത് പരിശുദ്ധാത്മാവ് ആദ്യമായിട്ട് പറയുന്നു. ഒരുവൻ വരുന്നുണ്ട്. 4ാം യാമത്തിൽ ഒരുവൻ വരുന്നുണ്ട്. അവന് ആരെയാണ് വേണ്ടിയത്? അവന് നിന്നെയാണ് വേണ്ടിയത്. അവൻ പറയാണ്, നീ എനിക്കുള്ളവനാണ്, നീ എനിക്കുള്ളവളാണ്. സ്തോത്രം, എനിക്ക് നിന്റെ കയ്യിലുള്ളതല്ല വേണ്ടത്. സ്തോത്രം, ഇന്ന് രാത്രിയിൽ ഫേബ സമീഷ് പരിശുദ്ധാത്മ പറയുന്നു, ഈ രാത്രി 4ാമത്തെ യാമത്തിൽ യേശു വന്നതുപോലെ ജീവിതത്തിനകത്ത് ഈ 4th സ്റ്റേജിൽ ഈ 4ാമത്തെ യാമത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ള ആശങ്കകൾക്കകത്ത് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മ പറയുന്നു, ആമേൻ ആമേൻ, 3ാമത്തെ വ്യക്തിയും കൈയൊഴിഞ്ഞെങ്കിൽ 4ാമതൊരുവൻ വരുന്നുണ്ട്. അവന്റെ കയ്യിൽ എന്തുണ്ട്? വീഞ്ഞുണ്ട്. അവന്റെ കയ്യിൽ എന്തുണ്ട്? എണ്ണയുണ്ട്. അവന്റെ കയ്യിൽ വീഞ്ഞ് വെണ്ണയും മാത്രമല്ല, അവന് മനസ്സൂടുണ്ട്. എന്തിന്? ഈ അവസ്ഥയിലും നീ രക്ഷിക്കപ്പെടണമെന്ന് കാണാൻ, ഈ അവസ്ഥയിലും നീ വിടുവിക്കപ്പെടണമെന്ന് കാണാൻ, ഈ അവസ്ഥയിലും നീ ഒന്ന് മാനിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയും എൻ്റെ മുമ്പിൽ ഒരു വഴിയുമില്ലെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ ആമേൻ, ഈ രാത്രിയിൽ ആരും അറിയാതെ ഈ വഴിയോരത്ത് ഒരു ബ്ലീഡഡ് അവസ്ഥയിൽ രക്തം വാർന്ന് എൻ്റെ പ്രാണം നഷ്ടപ്പെടുമെന്നവൻ ചിന്തിച്ച് ഭാരപ്പെട്ട് കിടക്കുമ്പോൾ അവൻ്റെ കാതിൽ ഒരു ശബ്ദം കേട്ടു. ഒരു കഴുതയുടെ കുളമ്പടി ശബ്ദം, ഒരു കഴുതയുടെ കാൽപ്പെരുമാറ്റം അവന്റെ കാതിൽ കേൾക്കുക. ഈ രാത്രി വിശ്വസിക്കുന്ന പ്രത്യാശയുള്ളവരോട് ഞാൻ പറയാം, സ്തോത്രം, കഴിഞ്ഞ 3 യാമങ്ങളും നീ തണ്ട് വലിച്ചു കുഴഞ്ഞു. ഇനി അക്കരെ എത്തത്തില്ല. കടലിനും അക്കരയ്ക്കുമിടയിൽ, ഒന്നുകൂടെ പറഞ്ഞാൽ അയച്ച യേശുവിനും ലക്ഷ്യത്തിനുമിടയിൽ നിന്നെ കുരുക്കുന്ന ചില പ്രതികൂലത്തിന്റെ കുരുക്കുകൾ അഴിയും. ഈ ഉപവാസത്തിന്റെ 2nd സെഷനിൽ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നിന്നെ ലക്ഷ്യത്തിൽ എത്തിക്കത്തില്ലെന്ന് വാദിക്കുന്ന സ്തോത്രം, നിന്നെ പറഞ്ഞു വിട്ടവനും നിന്റെ ലക്ഷ്യത്തിനും ഇടയിലിട്ട് നിന്നെ ഈ രാത്രിയിൽ കുരുക്കുന്ന ചില കുരുക്കുകൾ നിന്നെ പ്രതികൂലത്തിന്റെ കുരുക്കിനകത്ത് അകപ്പെടുത്തുമ്പോൾ കർത്താവിന്റെ ആത്മാവ് പറയുന്നു, ഇല്ല, 4ാമത്തെ യാമത്തിൽ ഒരുവൻ നിന്നെ അന്വേഷിച്ചു വരും. അവന് നിന്റെ കയ്യിലുള്ളതല്ല ആവശ്യം, അവന് നിന്റെ പേഴ്സിലുള്ളതല്ല ആവശ്യം, അവന് നിന്റെ FD അല്ല ആവശ്യം. ദൈവത്തിന് സ്തോത്രം. അവന് നിന്റെ മ്യൂച്വൽ ഫണ്ട് അല്ല ആവശ്യം. അവന് നിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ്സോ ആധാരമോ നിന്റെ കയ്യിലിരിക്കുന്ന സ്വർണമോ FDയോ അല്ല അവന് വേണ്ടിയത്. അവന് വേണ്ടിയത് നിന്നെയാണ്. ഈ രാത്രി കർത്താവ് ഇതിനോട് പറയുന്നു, ആമേൻ, യു ആർ ബിലോങ്സ് ടു ഗോഡ്. നീ ദൈവത്തിനുള്ളവനാണ്. ദൈവത്തിന് സ്തോത്രം. അത് തന്നെയല്ലേ കർത്താവ് ചെയ്തത്? കർത്താവെ, കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമാണോ എന്ന ചോദ്യം കർത്താവിന്റെ നേരെ
ആമേൻ പരസ്യമായി ഉയർന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ഒരു നാണയം കാണിക്കാൻ കർത്താവ് ആവശ്യപ്പെട്ടു. ആ നാണയം കാണിച്ചപ്പോൾ ആമേൻ കർത്താവ് ചോദിക്കുകയാണ്, ഇതിൽ ആരുടെ പേര് എഴുതിയിരിക്കുന്നത്? അത് കൈസരുടെ പേരാ. സ്തോത്രം. കൈസരുടെ പേര് എഴുതിയിരിക്കുന്നത് അത് കൈസർക്കുള്ളതാണെങ്കിൽ നിന്റെ നെറ്റിയിൽ ഒരുവന്റെ പേര് എഴുതിയിട്ടുണ്ട്, അത് ദൈവത്തിന്റെ പേരാ, നിന്റെ സൃഷ്ടാവിന്റെ പേരാണ്. സ്തോത്രം. അതുകൊണ്ട് നാണയത്തിന്റെ മേൽ എഴുതിയിരിക്കുന്നത് കൈസറുടേതാണെങ്കിൽ അത് കൈസർക്കുള്ളതാണ്. പക്ഷെ നിന്റെ മേലൊരു കൈയെഴുത്തുണ്ട്. സ്തോത്രം. അതുകൊണ്ട് നീ എനിക്കുള്ളവനാണ്, നീ എനിക്കുള്ളവനാണ്. സ്തോത്രം. സാധാരണ ഈ പരസ്യയോഗം നടത്തുമ്പോൾ പറയുന്ന ഒരു കൊച്ചു ഇല്ലസ്ട്രേഷൻ ഉണ്ട്. ഞാൻ പണ്ട് ഇവിടെ ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ചതാണ്. സ്തോത്രം. അതിങ്ങനെയാണ്. സ്തോത്രം. അതിവിടെ പറയുന്നത് ഉചിതമാണോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും സമയമുള്ളത് കൊണ്ട് പറയാം. സ്തോത്രം. ഒരു 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 കുടിലിൽ, ഒരു കൊച്ചു ആശാരി കുടിലിലെ ഒരു കൊച്ചു മോന് അവൻ്റെ അപ്പൻ്റെ ഈ കൈവേലയൊക്കെ പഠിച്ചപ്പം അവൻ്റെ പഠന സമയത്ത് അവനൊരു കൊച്ചു കളിബോട്ടുണ്ടാക്കി. സ്തോത്രം. ആ കളിബോട്ടിൽ അവൻ ഇങ്ങനെ ഒരു പേരെഴുതി, ജോണി എന്ന്. എന്നിട്ട് തൊട്ടടുത്തുള്ള ആ പുഴയോരത്ത് അവൻ ഈ കളിവെള്ളവുമായിട്ട് പതുക്കെ കടന്നു പോകും. അതിലൊരു നീളമുള്ള ചൊയിൻ കെട്ടിയിട്ടുണ്ട്. തിരയുടെ ഈ ഓളങ്ങൾക്കനുസരിച്ച് ഈ ജോണി എന്ന് പേരെഴുതിയ ഈ കൊച്ചു കളിബോട്ട് അവൻ ഈ ചൊയിനിൽ കെട്ടി വിടും. അങ്ങനെ എല്ലാ ദിവസവും സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞ് കുറേ സമയം ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടി ഈ കൊച്ചു മോന് ഈ കളിബോട്ടുമായിട്ട് കളിക്കാൻ പോകും. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഒരു ദിവസം ഈ കളിബോട്ട് ഇവന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ശക്തമായ ഒരു ഓളം വന്നു. ഈ ചൊയിൻ പൊട്ടി ആ കളിബോട്ട് നഷ്ടമായി. നിരാശനായി അവന്റെ വീട്ടിൽ മടങ്ങി ചെന്നു. അവന്റെ പിതാവിനോട് ഈ കാര്യം പറഞ്ഞപ്പം അവന്റെ അപ്പൻ പറഞ്ഞു, സാരമില്ല മോനെ, ഞാൻ നിനക്കൊരു ബോട്ട് ഉണ്ടാക്കി തരാം. പക്ഷെ അവൻ പറഞ്ഞു, വേണ്ട, എനിക്ക് ആ ബോട്ട് മതി. സ്തോത്രം. കുറേ നാളുകൾ മുൻപോട്ട് പോയി, ഏറെ കാലങ്ങൾ മുൻപോട്ട് പോയി. ആ കുഞ്ഞിന്റെ മനസ്സ് വല്ലാതെ ഭാരപ്പെടുകയാണ്. ഒരു ദിവസം അവന്റെ അപ്പന്റെ കയ്യിൽ പിടിച്ച് ആ പുഴയോരത്തൂടെ നടക്കുമ്പോൾ ഒരു കാര്യം അവൻ്റെ കണ്ണിൽപ്പെട്ടു. ഈ കുറേ നാളുകളുടെ പുറകെ നഷ്ടപ്പെട്ട തൻ്റെ പേരിൽ എഴുതിയ, തൻ്റെ കൈകൾ കൊണ്ട് കൊത്തി എടുക്കപ്പെട്ട ആ കളിബോട്ട് അടുത്തുള്ള ചായക്കടയുടെ ഈ കണ്ണാടിക്കൂട്ടിൽ ഇരിക്കുന്നത് തൻ്റെ കണ്ണിൽപ്പെട്ടു. സ്തോത്രം. താൻ അപ്പൻ്റെ കൈവിട്ട് ഓടി, സ്തോത്രം, ഓടി ഈ ചായക്കടയിലേക്ക് ചെന്ന് ബലമായിട്ട് അലമാരി തുറന്ന് സ്തോത്രം ആ കളിബോട്ട് തൻ്റെ കൈ കൊണ്ട് പിടിച്ചെടുത്തു. സ്തോത്രം. ആ ചായക്കടക്കാരൻ സമ്മതിച്ചില്ല. ഈ കൊച്ചു ബാലൻ, ഒരു പരിചയമില്ലാത്തൊരു ബാലൻ വന്ന് തൻ്റെ അലമാരി തുറന്ന് താൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എടുത്തപ്പോൾ, സ്തോത്രം, ഈ ചായക്കടക്കാരൻ കൊച്ചു ബാലന്റെ കൈയെ മുറുക്കെ പിടിച്ചു. അത് കണ്ട് പിതാവ് ഓടി വന്നു. ഈ പിതാവും ഈ ചായക്കടക്കാരനും തമ്മിൽ വാക്ക് തർക്കമായി. അവസാനം കാര്യങ്ങൾ പറഞ്ഞു, ഇല്ല, ഇതെന്റേതാണ്. ഈ കൊച്ചു പറഞ്ഞു, ഇതെന്റേതാണ്. ഈ അപ്പൻ ധാരാളം കാര്യങ്ങൾ ഈ ചായക്കടക്കാരനോട് പറഞ്ഞു. സ്തോത്രം. അവസാനം ഒരു ഒത്തുതീർപ്പിലെത്തി. അങ്ങനെയാണല്ലോ, ഒടുവിൽ വന്നൊരു ഒത്തുതീർപ്പുണ്ട്. ഒത്തുതീർപ്പ് ഇതായിരുന്നു, ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടെങ്കിൽ പറ, ഞാൻ ഈ മോന് ഇത് നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കുന്നതിന് പ്രതിഫലമായി എന്ത് തരണം? അങ്ങനെ ഒരു തുക പറഞ്ഞു. ആ തുക പറഞ്ഞൊത്തു. ഈ പിതാവ് ആ തുക പറഞ്ഞു. ആ പറഞ്ഞ തുക ചായക്കടക്കാരന് കൊടുത്തു. ഒടുവിൽ ആ കളിബോട്ട് ഈ മോന് സ്വന്തമായി. ഇങ്ങനെ മാറോട് ചേർത്ത് പിടിച്ച് ഒരിക്കൽ തൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കിയ കളിബോട്ട് ഇപ്പോൾ തനിക്കത് മടക്കി കിട്ടിയപ്പോൾ അടക്കാൻ കഴിയാത്ത സന്തോഷത്തോടെ തുള്ളിച്ചാടി ഈ കൊച്ചു ബാലന പുഴയോരത്തൂടെ പോകുമ്പോൾ താൻ അറിയാതെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിങ്ങനെയാണ്, വൺസ് ഐ മേഡ് യു, നൗ ഐ ബോട്ട് യു. ഒരിക്കൽ ഞാൻ നിന്നെ സൃഷ്ടിച്ചു, ഇന്ന് ഞാൻ നിന്നെ വിലയ്ക്ക് വാങ്ങിച്ചു. പ്രിയരെ, ഈ രാത്രിയിൽ കുർബാനയുടെയും കൂദാശകളുടെയും സ്തോത്രം ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും കർമ്മങ്ങളുടെയും വെച്ചുപൂജകളുടെയും വ്യർത്ഥമായ പാരമ്പര്യങ്ങളുടെ പുറകെ പോയ എന്നെയും നിങ്ങളെയും നഷ്ടപ്പെട്ടു പോയ സ്ഥാനത്തും സ്തോത്രം ഇനിയും മുൻപിൽ ഒന്നും പ്രതീക്ഷിക്കാനില്ല, മരണം മാത്രമേ ഉള്ളൂ, ആത്മഹത്യ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാനും നിങ്ങളുമൊക്കെ ഏതോ ഒരു ചാൻ കയറിനിടെ തൂങ്ങിയാടുമ്പോൾ പ്രതീക്ഷയറ്റവരായിരുന്നു, ആശയറ്റവരായിരുന്നു. ഈ മീഡിയ ഓൺ ചെയ്തിരിക്കുന്ന പലരോടും രഹസ്യമായി ചോദിച്ചാൽ അറിയാം, എന്താ രക്ഷിക്കപ്പെട്ട് ഇത്രയും ചിരിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുന്നത്? എന്തെങ്കിലുമൊക്കെ കിട്ടിയതെന്താ? സ്തോത്രം ബമ്പർ അടിച്ചതൊന്നുമല്ല, ഞങ്ങൾക്ക് യേശുവിൽ
നിത്യജീവനെ കിട്ടി. സ്തോത്രം. ഞങ്ങൾക്ക് വീണ്ടെടുപ്പ് കിട്ടി, ഞങ്ങൾക്ക് രക്ഷ കിട്ടി. ഞങ്ങളുടെ പേര് സ്വർഗത്തിലെ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ കിട്ടിയോ എന്ന് ചോദിച്ചാൽ കിട്ടിയെന്ന് മാത്രമല്ല, കിട്ടിക്കൊണ്ടേയിരിക്കുന്നു, ഇനിയും കിട്ടും. സ്തോത്രം, സ്തോത്രം. കാരണം കർത്താവ് തരുമ്പോൾ നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ചല്ലല്ലോ കർത്താവ് തരുന്നത്, അവന്റെ അളവിനനുസരിച്ചാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്, ഒരിക്കൽ നമ്മളെ അവൻ സൃഷ്ടിച്ചതാ, പക്ഷെ ഇന്ന് നമ്മളെ അവൻ വീണ്ടെടുത്തു, വിലയ്ക്ക് വാങ്ങിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്, ഈ രാത്രി പ്രത്യാശയുള്ളവർ ഒന്ന് പ്രത്യാശിച്ചേ. ആമേൻ, ആമേൻ. 3 പേരും കടന്നുപോയി, പക്ഷെ 4മതൊരുവൻ, അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണെന്നറിയാമോ? നീ കിടപ്പിൽ നിന്ന് എഴുന്നേക്കണം, നീ ഇവിടുന്ന് പുറത്തു വരണം, നീ ഗുഹയ്ക്കകത്തുനിന്ന് പുറത്തു വരണം. ഞാൻ കഴിഞ്ഞ സൺഡേയിൽ എൻ്റെ ചർച്ചിൽ പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം കർത്താവിനോട് എടുത്തു പറഞ്ഞു. അതിങ്ങനെയായിരുന്നു, ഈ ഏലിയാവിന്റെ ജീവിതത്തിൽ ഏലിയാവിന് ഒരു സങ്കടമേ ഉള്ളൂ. എന്താ ഏലിയാവിന്റെ സങ്കടം? ഏലിയാവ് ഒറ്റയ്ക്കേ ഉള്ളൂ എന്നുള്ള സങ്കടമാണ്. പക്ഷേ ഏലിയാവിന് അറിയാത്ത മറ്റൊരു കാര്യം, സ്തോത്രം, എന്താണെന്നറിയാമോ? സ്തോത്രം, സ്തോത്രം. ഗ്രേസി ആന്റി എന്തോ സ്തോത്രം, ഏലിയാവിന് അറിയാത്ത മറ്റൊരു കാര്യം, ബാലിന് മുട്ടുമടക്കാത്ത, ബാലിനെ ചുംബിക്കാത്ത 7000 പേരെ ഞാൻ അടൂര് മാറ്റി വെച്ചിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഏലിയാവേ, നിനക്കറിയത്തില്ല, നീ പ്രവചിച്ചും പ്രാർത്ഥിച്ചും, നീ കാക്കയിൽ നിന്ന് ആഹാരം തിന്നും, വിധവയുടെ വീട്ടിൽ താമസിച്ച് റൊട്ടി തിന്നും, നീ ദൂതന്റെ കയ്യിൽ നിന്നും ഒക്കെ അട വാങ്ങിച്ച് തിന്നുമ്പോൾ ഓർക്കണം, നീ പാർത്തടത്തും നീ വേല ചെയ്തെടുത്തും ഒക്കെ നീ അറിയാത്ത ഒത്തിരി ആത്മാക്കളെ ദൈവം നിന്റെ പ്രാർത്ഥനയിൽ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. ഞാനൊരു ഒരു സാക്ഷ്യം പറയാം. ഞങ്ങള് കോട്ടയത്ത് ആദ്യമായിട്ട് വന്നത്, സ്തോത്രം, അന്ന് 50 വയസ്സ് പ്രായമുള്ള ഒരു സഭയില്, സ്തോത്രം, കടിച്ചാൽ പൊട്ടാത്ത സഭ, സ്തോത്രം പറഞ്ഞാൽ സ്തോത്രം പറയാത്ത സഭ. അങ്ങനെ ഉപവാസമായി പ്രാർത്ഥനയായി, സ്തോത്രം, സ്തോത്രം, സഭയ്ക്കകത്ത് ഉണർവുണ്ടായി. ഈ കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് അതിന് തൊട്ടടുത്തുള്ള ഒരു വീട് ഞങ്ങൾ കയറി ചെന്നാലും ഞങ്ങളെ അംഗീകരിക്കാത്തൊരു വീടാണ്. കാരണം ഒരു ജ്ഞാനായ പാരമ്പര്യമുള്ള വീടാണ്. സ്തോത്രം. അതുകൊണ്ട് അവർ പെന്തക്കോസ്ത് മാർഗത്തെ ഒട്ടും അംഗീകരിക്കുന്നവരല്ല. പക്ഷേ ഈ കഴിഞ്ഞ കുറെ നാൾ മുമ്പ് ടൗണിൽ വെച്ച് ഒരാൾ എന്നെ പാസ്റ്റർ എന്ന് പുറകിൽ നിന്ന് വിളിച്ചു. ഞാൻ നോക്കിയപ്പോൾ, സ്തോത്രം, ഞങ്ങൾ അന്ന് വർഷങ്ങൾക്ക് മുമ്പ് പാർത്തിരുന്ന ആ വീട്, ആ ഫെയ്ത്ത് ഹോമിന്റെ തൊട്ടടുത്തുള്ള ഒരു ജ്ഞാനായ യാക്കോബായ കുടുംബത്തിൽ ഒരു സഹോദരന്. എന്നിട്ട് എന്നോട് പറയാ, പ്രൈസ്തലോട് പാസ്റ്റർ. ഞാൻ അതിശയിച്ചു പോയി. സ്തോത്രം. എന്നെ കണ്ടാൽ, സ്തോത്രം, കാഞ്ഞിരം കാണുന്ന പോലെ കണ്ടിരുന്ന ആ സഹോദരനോട് പറയാ, പ്രൈസ്തലോട് പാസ്റ്റർ. ഞാൻ ഞെട്ടിപ്പോയി, വാസ്തവത്തിൽ ഞെട്ടിപ്പോയി. എന്നിട്ട് പറയാ, ഞാനും കുടുംബവും രക്ഷിക്കപ്പെട്ടു, ഞങ്ങൾ സ്നാനപ്പെട്ടു, ഞങ്ങൾ വേർപെട്ട് ആരാധിക്കാൻ. സ്തോത്രം. എന്നിട്ട് പറയാണ്, പാസ്റ്റർ, എപ്പോഴെങ്കിലും വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഒന്ന് കയറി പ്രാർത്ഥിച്ചിട്ട് വേണം പോകാൻ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയാം, നീ പ്രാർത്ഥിച്ച പലയിടത്തും, മുട്ടുമടക്കിയ പലയിടത്തും നീ അറിയാതെ 7000 പേരെ കർത്താവ് രക്ഷിച്ചിട്ടുണ്ട്. പ്രൈസ്. സന്തോഷമുള്ളവർക്ക് സ്തോത്രം ചെയ്തേ. നിത്യതയിൽ ചെല്ലുമ്പോൾ ഇതിന്റെ പ്രതിഫലം നമ്മൾ ചുമക്കും കേട്ടോ. നീ കരഞ്ഞതിനും ഉപവസിച്ചതിനും പ്രാർത്ഥിച്ചതിനും, അങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ റിസൾട്ട് അല്ലേ ഇന്ന് രാത്രി നമ്മൾ പലരും ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നത്. നമുക്ക് വേണ്ടി ഉപവസിച്ചവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരും നമ്മുടെ പിമ്പിലുണ്ട് കേട്ടോ. ഇന്ന് രാത്രി മറക്കണ്ട. അതുകൊണ്ട് സ്തോത്രം, ജോസഫ് ബാസെ, മടുക്കണ്ട, ക്ഷീണിക്കണ്ട. വേലയ്ക്കകത്തൊരു ഭയങ്കര വിശാലത ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. പരിശുദ്ധാത്മാവ് ജോസ് പാസ്റ്ററോട് പറയുന്നു, മടുക്കണ്ട. സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൂതൻ ഇറങ്ങും. പക്ഷേ 3 സ്റ്റേജ് ഉണ്ട്. ഒന്ന്, കാക്കയിൽ നിന്ന് ചിലപ്പോൾ അപ്പം തിന്നണം, വിധവയുടെ വീട്ടിൽ പോയി പാർത്ത് അപ്പം തിന്നണം. പക്ഷെ 3മതൊരു സ്റ്റേജ് ഉണ്ട് കേട്ടോ. സ്തോത്രം, കാക്കയുടെ ചുണ്ടിൽ നിന്ന് അപ്പം വാങ്ങാനും വിധവയുടെ വീട്ടിൽ പാർത്ത് അപ്പം തിന്നാനും ഒക്കെ കാരണമായ ചില സ്തോത്രം, സ്തോത്രം, വിഷയങ്ങൾ അതിന്റെ പുറകിലുണ്ട്. പക്ഷെ 3മതൊരു അപ്പം വരുന്നുണ്ട്. അത് കാക്കയിൽ നിന്നല്ല, വിധവയിൽ നിന്നല്ല. പിന്നെ എവിടുന്ന്? ഓമന അലി സിസ്റ്ററെ, അത് ദൂതന്റെ കയ്യിൽ നിന്ന്. സ്തോത്രം. എന്താ ദൂതന്റെ കയ്യിൽ നിന്ന് അപ്പം തിന്നാനുള്ള പ്രത്യേകത? ഇസബേലിന്റെ ബൗണ്ടറി നീ മറികടക്കും, ആഭിചാരങ്ങളെ നീ പൊട്ടിക്കും. ഇന്ന് രാത്രി ജോസ് പാസ്റ്ററോട് ആത്മാവ് പറയുന്നു, ഇതുവരെ ചെയ്ത ശുശ്രൂഷയ്ക്കപ്പുറത്ത് ഈ രാത്രിയിൽ ഞാൻ പാസ്റ്റർ ഇതിനകത്ത് കണ്ടതിൽ ഒത്തിരി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. പരിശുദ്ധാത്മാവ് അഭിഷിക്തനോട് പറയുന്നു, ചില ആഭിചാരങ്ങളുടെ മേൽ അധികാരം തരും, ചില ദുർഭൂതങ്ങളുടെ മേൽ അധികാരം വരും. ഈ രാത്രിയിൽ സ്തോത്രം, രഹസ്യ പദ്ധതികളിലൂടെ, ശുശ്രൂഷയ്ക്കെതിരെ അണിയറകളിൽ പരിശുദ്ധാത്മാവ് പ്രവചിച്ചു പറഞ്ഞു, രഹസ്യ നീക്കങ്ങളിലൂടെ, അണിയറ പ്രവർത്തനങ്ങളിലൂടെ മൊർദെഖായിയെ 72 അടി പൊക്കമുള്ള കഴുകുമരത്തുമേ തൂക്കാൻ ചിലർ ഗൂഢാലോചന നടത്തിയതുപോലെ, പാസ്റ്റേ, ഇങ്ങനെ പരിശുദ്ധാത്മാവ് പറയുന്നു, അണിയറയിൽ ചില നീക്കങ്ങൾ ഉണ്ട്.
രക്തം, ക്ഷയം, അതിൻ്റെ ചില അടയാളങ്ങൾ ഭവനത്തിനകത്ത് വെളിപ്പെടുന്നുണ്ട്. ചില അസ്വസ്ഥതകൾ, ചില സാമ്പത്തിക നഷ്ടങ്ങൾ. പക്ഷെ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ദൂതൻ ഇറങ്ങാൻ പോവുകയാണ്. സ്തോത്രം. ചൂടട തിന്ന് ഇസബേലിന്റെ ബൗണ്ടറിയെ മറികടന്ന് രക്തത്താൽ ജയം. ചില മേഖലകളിൽ അഭിഷിക്തനെ ആത്മാവ് നിർത്തുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. സമയം വേഗം മുൻപോട്ട് പോകുന്നു. കർത്താവിന് സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്, ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന വാക്യം ഇതാണ്: ഇപ്പോൾ ആ പുരുഷന് അവന്റെ ഭാര്യയെ മടക്കി കൊടുക്കണം. സ്തോത്രം. പിടിച്ചു വെച്ചിരിക്കുകയാണ്. ആരാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്? അധികാരത്തിന്റെ കൈകൾ, ധാർഷ്ട്യത്തിന്റെ കൈകൾ. ആമേ, സ്തോത്രം, സ്തോത്രം. ആയുധമുള്ള കൈകൾ ഒരുവന്റെ ഭാര്യയെ പിടിച്ചു വെച്ചിരിക്കുക, ചില സഹോദരങ്ങളെ പിടിച്ചു വെച്ചിരിക്കുക, ചില കുഞ്ഞുങ്ങളെ പിശാച് പിടിച്ചു വെച്ചിരിക്കുക. ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ പ്രാർത്ഥിച്ചല്ലോ. ദൈവത്തിന് സ്തോത്രം. മദ്യത്തിന്, മയക്കുമരുന്നിന്, സ്തോത്ര, സമയബന്ധിതമായി പലതും നടക്കാൻ കഴിയാതെ ചില കരങ്ങൾ, ചില തലമുറകളെ പിടിച്ചു വെച്ചിരിക്കുക. ഈ ഫാസ്റ്റിങ്ങിനകത്ത് പരിശുദ്ധാത്മ പറയുന്നു, നിന്നെ പിടിച്ചു വച്ച ചില കൈകൾക്കകത്തു നിന്ന് നീ വിടുവിക്കപ്പെടും. നിന്റെ കുടുക്കു പൊട്ടും. ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കുന്നവരെന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. സ്തോത്ര, സ്തോത്ര. ഹെരോദാവിന്റെ കൈ സഭയ്ക്ക് നേരെ നീട്ടി. ഹെരോദാവിന്റെ കൈകൾ ശക്തമാണ്, ആയുധമുള്ള കൈകളാണ്, അധികാരമുള്ള കൈകളാണ്. ആമേ, യാക്കോബിനെ വാളുകൊണ്ട് കൊന്ന കൈയാണ്. പ്രതികരിക്കാൻ സഭ മുതിർന്നില്ല. പക്ഷെ അതേ കൈ അഭിഷിക്തനായ പത്രോസിന്റെ നേരെയും നീണ്ടുവന്നപ്പോൾ സഭ ആത്മാവിൽ എഴുന്നേറ്റു. സഭ പ്രാർത്ഥിക്കാൻ തുടങ്ങി. സഭ ആത്മാവിൽ പോരാടാൻ തുടങ്ങി. എന്താ അവിടെ സംഭവിച്ചത്? അവിടെ സംഭവിച്ചത് മറ്റൊന്നുമല്ല. അവിടെ സംഭവിച്ചത് യാക്കോബിനെ കൊന്ന അതേ കരത്തെ ആത്മാവ് വെട്ടി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മ പറയുന്നു, യാക്കോബിനെ കൊന്ന അതേ കരത്തെ ആർക്കും സ്വാധീനിക്കാൻ കഴിയാത്ത, ആർക്കും ചെറുക്കാൻ കഴിയാത്ത ശക്തിയും സ്തോത്രം അധികാരവുമുള്ള ചില കൈകളെ പ്രാർത്ഥിച്ച് നീ ഒതുക്കും. രക്തത്താൽ ജയം. ചില ധാർഷ്ട്യത്തിന്റെ കൈകൾ, ചില അഹങ്കാരത്തിന്റെ കൈകൾ നിന്റെ പിന്നണിയിൽ പോരാടുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിന്ന് വിശ്വസിച്ചേ. ഷുഡിമിനി അടഗജകടകലക ശംധുരിയാദനാസിയ അർഗജയലഗക്ഷന ഹസിയാദനാബബ. യേശുവിൻ നാമത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, യാക്കോബിനെ കൊന്ന അതേ കൈകൾ പത്രോസിന് വിരോധമായി. എന്നാൽ ഒരു കാര്യം, പത്രോസിന്റെ പുറകിൽ ഒരു സഭ ആത്മാവിൽ ഉണർന്ന് പ്രാർത്ഥിച്ചു. പത്രോസിന്റെ പുറകിൽ ഒരു കൂട്ടം ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രിയിൽ മറ്റൊന്നും ചെയ്യാൻ അറിയത്തില്ല, എനിക്ക് പ്രാർത്ഥിക്കാനേ അറിയൂ. മതി. ഈ രാത്രിയിൽ ചിലതിന്റെ പുറകിൽ പ്രാർത്ഥിക്കുക, ചില കുഞ്ഞുങ്ങളുടെ പുറകിൽ പ്രാർത്ഥിക്കുക, ചില കുടുംബങ്ങളുടെ പുറകിൽ പ്രാർത്ഥിക്കുക, ചില വ്യക്തികളുടെ പുറകിൽ പ്രാർത്ഥിക്കുക. ഈ രാത്രിയിൽ ആത്മാവിൽ പ്രാർത്ഥിച്ച് കയറുമ്പോൾ ചില മേഖലകളുടെ കൈകളെ കർത്താവ് തൊടും. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ശക്തമായി കർത്താവിന്റെ ആത്മാവ് ചിലരോട് ദൂത് പറയുന്നു. ചിലതിനെ പിടിച്ചുകൊണ്ടുപോയി, ചിലതിനെ വെട്ടിക്കൊന്നു, ചിലതിനെ കുരുക്കിലാക്കി. നിന്റെ കൂടാരത്തിനകത്ത് ചിലതിനെ തടഞ്ഞു വെച്ചിരിക്കുക, വിട്ടുതരത്തില്ല. പക്ഷെ ആത്മാവിലൊന്ന് കൽപ്പിച്ചേ പുറത്തു വരും. ദൈവത്തിന് സ്തോത്രം. പുറത്തു വരും. ഏലിയാവിന്റെ സങ്കടം എന്തായിരുന്നു? ഏലിയാവ് ഒറ്റയ്ക്കായിരുന്നു എന്നാണ്. പക്ഷേ സ്തോത്രം, ഏലിയാവിനോടൊപ്പം ശുശ്രൂഷിക്കേണ്ട പലരും ഗുഹയ്ക്കകത്ത് പിടിച്ചു വെച്ചിരിക്കുക. 100 പേർ 2 ഗുഹകളിലായി, 50 പേർ. ഏലിയാവിനെ പോലെ പ്രവാചക സ്ഥലത്തിൽ നിൽക്കേണ്ട 2 ഗ്രൂപ്പുകൾ, 2 പ്രവചന ഗ്രൂപ്പുകളുണ്ട്. പക്ഷെ അവർ പുറത്തിറങ്ങത്തില്ല. അവരെ ഏതോ ഗുഹയ്ക്കകത്ത് രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ആഹാരം കൊടുത്ത് ഓബദ്യാവെന്ന് പറയുന്ന ദൈവഭക്തൻ ഒതുക്കി വച്ചിരിക്കുകയാണ്. പക്ഷെ അവർക്ക് പുറത്തു വരാൻ പറ്റത്തില്ല. പക്ഷേ സ്തോത്രം, ഏലിയാവിന് കർത്താവ് അതിന്റെ ആ കാര്യത്തിന്റെ മേൽ ഏലിയാവിന് ഭയങ്കര ജയം ദൈവം കൊടുത്തു. കൂടെയുള്ളവർക്ക്, ശുശ്രൂഷയുള്ളവർ പുറത്തു വരുന്നില്ല. പക്ഷേ ചിലരെ കർത്താവ് പുറത്തു ആക്കിയിട്ടുണ്ട്. ഈ രാത്രി നിന്റെ കൂടെ ശുശ്രൂഷ ചെയ്യേണ്ട പലരും പുറത്തു വരത്തില്ല. പക്ഷെ നിനക്കൊരു അധികാരം, നിനക്കൊരു അക്സെപ്റ്റൻസ് ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ ഏലിയാവിനുള്ള ഇസബേലിന്റെ വാദം എന്നാ? ഞാൻ ചിലരെ കൊന്നു, വിധവമാരുടെ എണ്ണം ഞാൻ വർദ്ധിപ്പിച്ചു. സ്തോത്രം, സ്തോത്രം. സ്ത്രീകളും കുഞ്ഞുങ്ങളും സഹോദരിമാരും മാത്രമുള്ള പല കുടുംബങ്ങളും ഞാൻ ആക്കി തീർത്തു. പക്ഷേ 100 പേർക്ക് പ്രവചന ശുശ്രൂഷയൊക്കെ ഉള്ളവരാണ്. പക്ഷെ അവർ രോഗത്തിന്റെ ഗുഹയ്ക്കകത്ത, അവർ അപകർഷതാബോധത്തിന്റെ ഗുഹയ്ക്കകത്ത, അവർ സാമ്പത്തിക ഞെരുക്കത്തിന്റെ ഗുഹയ്ക്കകത്ത. ശുശ്രൂഷയുണ്ട്, പക്ഷെ പുറത്തു വരാൻ പറ്റത്തില്ല. പക്ഷേ ഏലിയാവിനോടുള്ള വാദം എന്നാ? നീ പുറത്ത് നടക്കുന്നുണ്ട്, നാളെ ഒരു ദിവസം ഞാൻ നിന്നെ ഗുഹയ്ക്കകത്താക്കും. സ്തോത്രം, സ്തോത്രം. ആമേൻ.
പന്ന പിശാചെ, ഇന്നലകളിൽ നീ എന്നെ ഗുഹയ്ക്കകത്താക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല, പക്ഷാണോ നാളെ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, സ്തോത്രം. ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചേ. പിശാച് ആരോടൊക്കെയോ പിൻപിൽ വാദിക്കുന്നു. ചില രോഗങ്ങൾ അഴിയട്ടെ, ചില രോഗശക്തികൾ അഴിയട്ടെ. നിന്റെ കുടുംബത്തിന്മേൽ ചൊല്ലിവിട്ടിരിക്കുന്ന ചില ചൊല്ലുകൾ, ചില ചൊലുത്തുകൾ, ചില ശാപശക്തിയുടെ വാക്കുകൾ, ചില സർപ്പശക്തിയുടെ വാക്കുകൾ ഈ രാത്രി നിന്നെ പിടിക്കുവാൻ, നിന്നെയും പിടിക്കുമെന്ന് പറയുന്ന ചിലർക്ക് സംഭവിച്ചത് നിനക്കും സംഭവിക്കുമെന്ന് വാദിക്കുന്ന ചില ഇരുളിന്റെ ശാപത്തിന്റെ ചൊല്ലുകൾ, ആമേൻ, അത് ചില പൗരോഹിത്യ ചൊല്ലുകൾ, ചില പാരമ്പര്യ ശാപത്തിന്റെ ശക്തികളുടെ ചൊല്ലുകൾ ആത്മാവിൽ ഞങ്ങൾ ശാസിക്കുകയാണ്. ദാവീദിനെതിരെ അവർ പയറ്റിയതാ. സ്തോത്രം, സ്തോത്രം. ദാവീദിനെതിരെ ഫെലിസ്തീയ ശക്തി എന്ത് ചെയ്തു? തന്റെ ദേവന്റെ നാമം ചൊല്ലി ശപിച്ചു എന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ തന്റെ മേലുള്ള ആത്മാവിൽ ദാവീദ് അതിനെ മറികടന്നു. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പക്ഷേ ഹേരോദാവ് ഒരു കാര്യം തിരിച്ചറിഞ്ഞു. അവന്റെ വാളിനേക്കാൾ, അവന്റെ അധികാരത്തേക്കാൾ, അവന്റെ കരുത്തിനേക്കാൾ, അവന്റെ റോയൽ അതോറിറ്റിയേക്കാൾ സഭയുടെ പ്രാർത്ഥനയ്ക്ക് കരുത്തുണ്ട്. രക്തത്താൽ ജയം. ഇന്ന് രാത്രി കർത്താവ് ചിലരോട്, വ്യക്തികളോട് പറയുന്നു, സഭയുടെ പ്രാർത്ഥനയ്ക്ക് ഹേരോദാവിന്റെ ശക്തിയേക്കാൾ, ഹേരോദാവിന്റെ അധികാരത്തേക്കാൾ, ഹേരോദാവിന്റെ കരത്തിനേക്കാൾ സഭയുടെ പ്രാർത്ഥനയ്ക്ക് കരുത്തുണ്ട്. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവരെന്ന് സ്തോത്രം ചെയ്ത് പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്നവന്റെ കരുത്ത് ലോകം കാണാൻ പോകുക. പ്രാർത്ഥിക്കുന്നവരുടെ കരുത്ത് നിന്റെ ദേശം കാണാൻ പോകുക. ഈ രാത്രി പരിശുദ്ധാത്മ പറയുന്നു, പ്രാർത്ഥിക്കുന്നവരുടെ കരുത്ത് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല, അത് വെളിപ്പെടാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. രക്തത്താൽ ചെയ്യും. ഒരു നിമിഷം ഒന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചേ. ആ ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചേ. പൗലോസ് പറയുന്നു, ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച വിശുദ്ധന്മാർ, വിശുദ്ധമതികൾ അന്യഭാഷയിൽ ഇരിക്കുന്ന ഇരിപ്പിൽ, ആമേൻ, നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യണ്ട, ഒന്ന് പ്രാർത്ഥിച്ചേ. ഷുഡിയ അൽഗജ ലഗധനി ഹസിയതേ നിഗംജനി അർഗജന ദിഗാരഗജഘടക ശംധൂനകൽ കനസിയാധന. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ആഴിയത്തില്ലെന്ന് പറയുന്ന, വിട്ടുതരത്തില്ലെന്ന് പറയുന്ന ചില മേഖലകളുടെ മേൽ ആത്മാവിന്റെ അധികാരമേറ്റെടുത്ത് ആത്മാവിൽ നിന്ന് പ്രവചിച്ച് പ്രാർത്ഥിച്ചേ. ഇന്ന് രാത്രി ചിലത് മടങ്ങി വരും. ഈ രാത്രി ചിലത് വിടുവിക്കപ്പെടും. ഏത് മുൾക്കുരുക്കിനകത്ത് കിടക്കുന്നതാണെങ്കിലും, ഏത് കുരുക്കിൽ കുടുങ്ങിയതാണെങ്കിലും നിന്റെ വിഷയം ഇന്ന് രാത്രി പുറത്തു വരും. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഞാനൊരു ദൂത് പറയാനാ വന്നത്. ആമേൻ. 100 പേർ പ്രവചനാത്മാവുള്ളവരാ, അവർ ശുശ്രൂഷയുള്ളവരാ, പക്ഷെ അവരെ കൊണ്ട് പ്രവചിക്കത്തില്ല. ഒരു സ്തോത്രം പറയാൻ സ്വാതന്ത്ര്യമില്ല. ഒരു ദൂത് പറയാൻ അവരെ കൊണ്ട് സമ്മതിക്കത്തില്ല. ഇങ്ങനെ ഒതുങ്ങിപ്പോയ ചില കാരാഗ്രഹങ്ങൾ, നിന്നെ ഒതുക്കിക്കളഞ്ഞ ചില തടവറകൾ ഈ രാത്രി പൊളിയുമെന്ന് ഈ സെക്കൻഡ് സെഷനിൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. ജുഡാനഗസി ദിരൽഖനിയാസിയ അർദ്ധചുനാസ അൽഗജാനപശി. അന്യഭാഷയിൽ നിന്ന് പ്രാർത്ഥിച്ച് കയറിക്ക്. നാവ് തുറക്കാൻ കഴിയാതെ നീ ഇരിക്കും, പക്ഷെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, സ്തോത്രം ചെയ്യാൻ പറ്റുന്നില്ല, അന്യഭാഷയിലൊന്ന് കയറി വരാൻ കഴിയുന്നില്ല. ഈ രാത്രി ചില സ്ട്രഗിളിങ് ചെയ്യുന്ന ചിലർ ഈ രാത്രി ആത്മാവിൽ പുറത്തു വരട്ടെ. ഷുഡിയ അർഗജാന ഘടകസിയ ദുരൽക്കമനി. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ആമേ, കയറി വരും, കയറി വരും. നീ വിടുവിക്കപ്പെടും. ഹാലേലു. ഇന്ന് രാത്രി ശക്തമായി വിശ്വസിക്ക്, നീ പുറത്തു വരും ബ്രദറെ, നമ്മൾ പുറത്തു വരും. ഈ രാത്രി സകളി ചെയ്യുന്ന ചിലരോട് ആത്മാവ് പറയുന്നു, നമ്മൾ വിടുവിക്കപ്പെടും. ഈ സെക്കൻഡ് സെഷൻ ഒരു വിടുതലിന്റെ സെഷനായിട്ട് മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ഈ ഗുഹയ്ക്കകത്ത് അവൻ ഏലിയാവിനെ ആക്കും എന്നൊരു വാദമുണ്ട്. ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞ ഒരു ദൂതാണ് പറയുന്നത്. സ്തോത്രം. 100 പേരെ ഞാൻ ഗുഹയ്ക്കകത്താക്കി, അതിൻ്റെ പിറകിൽ ഒരുപാട് പേരെ ഞാൻ വാളുകൊണ്ട് കൊന്നു, വിധവകളെയും കുഞ്ഞുങ്ങളെയും ഞാൻ ഒത്തിരി വർദ്ധിപ്പിച്ചു. ഇസബേൽ വാദിക്കുക. പക്ഷേ വെല്ലുവിളിച്ച് നിൽക്കുന്ന ഏലിയാവിനോടുമുള്ള ഒരു പോരാട്ടം എന്നാണെന്നറിയാമോ? നാളെ ഒരു ദിവസം ഞാൻ നിന്നെ ഗുഹയ്ക്കകത്താക്കും. ഈ പാവം കിട്ടിയ SMS-ഉം കിട്ടിയ വാട്സാപ്പ് മെസ്സേജും പറഞ്ഞു വിട്ട വാക്കുമൊന്നും മുഖതാവിൽ എടുക്കരുത് കേട്ടോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പല വാക്കുകളും പല ഉപദേശിമാരെയും പൂട്ടാനുള്ളതാ. സ്തോത്രം, സ്തോത്രം. ദൈവദാസൻ പാസ്റ്റർ ഡേവിഡ് ജോസഫ്, പല വാക്കുകളും നമ്മളെ പൂട്ടാനുള്ളതാ. പലരുടെയും നാവിലിരുന്ന് ദുഷ്ട സംസാരിക്കും. പലരുടെയും വാക്കുകൾ നമ്മൾ ഓർക്കും അത് സ്തോത്രം ഷുഗർ കോട്ടഡാ കേട്ടോ. അതിൻ്റെ പുറകിൽ ചതിയുണ്ട്, അതിൻ്റെ പുറകിൽ ഒളിയമ്പുണ്ട്. പക്ഷേ ഏലിയാവിന് കിട്ടിയ SMS പുള്ളി പാവം പൊട്ടിച്ചു വായിച്ചപ്പോൾ വാട്സാപ്പിലെ മെസ്സേജ് എന്താണെന്നറിയാമോ? നാളെ ഈ നേരമാകുമ്പോൾ നിന്റെ കാര്യത്തിനൊരു തീരുമാനമാണ്.
സ്തോത്രം. നാളെ ഈ നേരമാകുമ്പോൾ നിന്റെ കാര്യത്തിന് തീരുമാനമാകും. ഈ മെസ്സേജ് കേട്ട പുള്ളി എവിടെ എത്തിയെന്നറിയാമോ? കർമ്മേലിൽ നിന്ന പുള്ളി ചൂരച്ചെടിയുടെ തണലിലെത്തി. തൻ്റെ സഹോദരനെ, കൂടപ്പറപ്പിനെ, കൂടെ നിന്ന് സഹശുശ്രൂഷകനെ ഒരു ലോഡ്ജിൽ മുറിയെടുത്തു. സ്തോത്രം. അവിടെ ആക്കിയിട്ട് പറഞ്ഞു, ഞാൻ കാര്യമെല്ലാം ക്രമപ്പെടുത്തിയിട്ടുണ്ട്, നാളെ വൈകുന്നേരത്ത് കാണാമെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി എവിടെ പോയി? ചൂരച്ചെടിയുടെ തണലിൽ. സങ്കടം എന്നാണെന്നറിയാമോ? കൂടെ നിൽക്കാൻ ആരുമില്ല. സ്തോത്രം, സ്തോത്രം. അന്നേരം ദൂതൻ ഇറങ്ങിയിട്ട് പറഞ്ഞു, സ്തോത്രം, ഗുഹയ്ക്കകത്തു നിന്ന് പുറത്തു വാ. 18-ാമത്തെ അധ്യായത്തിൽ കിടപ്പുണ്ട്. സ്തോത്രം. നീ പുറത്തു വന്ന് എൻ്റെ മുൻപാകെ നിൽക്ക. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ചിലരുടെ ഗുഹയ്ക്കകത്ത് നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന് നിന്നെ നിർത്തേണ്ടടത്ത് നിർത്താൻ നിന്റെ ദൈവത്തിന്റെ കരത്തിന് കഴിയുമെന്ന്. ആമേൻ. ഇന്ന് രാത്രിയിൽ പുല്ലാസ് എന്ന് പറയുന്ന ഡിവൈസിലിരിക്കുന്ന അഭിഷിക്തനെ, അങ്ങയോട് ആത്മാവി രാത്രിയിൽ ഒരു പ്രവചനം പറയുന്നു. ആമേൻ. സ്തോത്രം. നിന്നെ പലയിടത്തുനിന്ന് ഒതുക്കി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പലതിൻ്റെ പേരിലും ആമേൻ ചില സ്റ്റേജുകൾ, ചില മാന്യതകൾ ഈ രാത്രിയിൽ ആമേൻ അതൊന്നും ലഭിക്കേണ്ട സമയങ്ങളിൽ കയ്യിൽ വരാതെ, ആമേൻ അങ്ങ് ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ആത്മാവ് ദൂത് പറയുന്നു, ചില വേദികൾ, ചില സ്റ്റേജുകൾ, ചില മാന്യതകൾ അങ്ങേക്കായി പരിശുദ്ധാത്മാവ് പെട്ടെന്ന് എന്നോട് കർത്താവ് പറയുന്ന ഒരു വചനത്തിന്റെ അടയാളം ഇതാണ്. കളത്തിലിറങ്ങിയ രൂത്തിന് മുമ്പിൽ അവൾക്ക് മുൻകാല പരിചയമില്ല, അവൾക്ക് അവിടെയുള്ള കൊയ്ത്തുകാരെ അറിയത്തില്ല. അങ്ങ് പരിശുദ്ധാത്മാവിനോട് പറയുന്നു, അങ്ങൊരു കർത്തൃ ശുശ്രൂഷകനാണ്. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. എനിക്ക് അങ്ങേ അറിയത്തില്ല, പക്ഷേ ആത്മാവ് ഈ വചനവെളിപ്പാട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നു, അങ്ങ് വയലിലാണ്, അങ്ങ് വയലിലാണ്. ജുഡിയ, അട്ടകില, ലഗസി, ദരജൻ, പിൻപിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട്, ഒരുപാട് കേഴ്സിന്റെ, ശാപത്തിന്റെ, ഒരുപാട് തകർച്ചയുടെ അനുഭവങ്ങൾ പിൻപിലുണ്ട്. രൂത്തിന്റെ ചരിത്രം പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. പക്ഷെ ഒരു പുതിയ ചുവടുവെപ്പ് ഈ മെയ് മാസത്തിലെ ഫാസ്റ്റിംഗിൽ അങ്ങയുടെ മുൻപിൽ പരിശുദ്ധാത്മാവ് തുറക്കും. ഈ പ്രവചന ഉറപ്പാണ് പാസ്റ്ററെ. ആമേൻ. അങ്ങ് പാസ്റ്ററാണോ? എവിടെയാണ്? മലയാളത്തിലാണോ? മലയാളം മനസ്സിലാകുമോ? പുല്ലാസ് മോന്തറോ? എനിക്കറിയാം. ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാമോ പാസ്റ്ററെ? ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്ററെ. സ്വത്രം. ഓക്കെ, എനിക്ക് മനസ്സിലായി, കാര്യം പിടി കിട്ടി. കേരളത്തിലല്ല ശുശ്രൂഷ, ബോർഡർ ഏരിയ, മലയാളിയാ. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലാവുമല്ലോ. സ്തോത്രം. ഞാൻ പേര് കണ്ടപ്പോൾ ഇച്ചിരി ഇത് തോന്നി, അതുകൊണ്ടാണ് ചോദിച്ചത്. പക്ഷേ കർത്താവിനോട് പറയുന്നു, സ്തോത്രം, ഈ കളത്തിൽ ഇറങ്ങിയ രൂത്തിന് മുൻകാല പരിചയമില്ല, പക്ഷെ അവിടെ പുറകിൽ എന്തൊക്കെയോ ഹിസ്റ്ററി കിടപ്പുണ്ട്. പക്ഷെ ആ ഹിസ്റ്ററി മുഴുവൻ വയലിൽ വെച്ച് പൊട്ടിച്ചു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ബോവസ് ഒരു കാര്യം പറഞ്ഞു. സ്തോത്രം. അതാ പാസ്റ്ററുള്ള ദൂത്. ഈ കെട്ടിയ ഈ കറ്റക്കെട്ടുണ്ടല്ലോ, അതിനകത്ത് നിന്ന് അവൾക്ക് വേണ്ടി ചിലത് വലിച്ചിട്ട് കൊടുത്തേക്കണം. സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രിയിൽ നിങ്ങൾ 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 വിതയ്ക്കാത്തത് കൊയ്യുമെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പ്രവചിക്കുന്നു. നിങ്ങൾ വിതയ്ക്കാത്തത് കൊയ്യും. സ്തോത്രം. നിങ്ങൾ വിതയ്ക്കാത്തത്, നിങ്ങൾ കൊയ്യാത്തതും നിങ്ങൾ അനുഭവിക്കും എന്ന് ആത്മാവ് എടുത്തു പറയുന്നു. സ്തോത്രം. നിങ്ങൾ വിതയ്ക്കാത്തത് കൊയ്യുമെന്ന് മാത്രമല്ല, നിങ്ങൾ കൊയ്യാത്തത് നിങ്ങൾ അനുഭവിക്കും. ഒന്ന് സ്തോത്രം ചെയ്തേ. ഷുഡിമിനി അസ്കജയിലകശനി ഹസിയാജനാദിക. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ രാത്രി ശക്തമായി പ്രവചിച്ച് പറയുന്നു. സ്തോത്രം. നിങ്ങൾ കൊയ്യാത്തതും നിങ്ങളുടെ ഓഹരിയായി നിങ്ങളുടെ പക്കൽ ദൈവം അളന്നു തരും. ദൈവദാസനെ, നിങ്ങളെ എന്നെങ്കിലും നേരിട്ട് ഞാൻ കാണുമ്പോൾ, ആമേൻ, ഈ ദൂത് നിവർത്തിക്കുമ്പോൾ ഒരു കൂടിക്കാഴ്ചയുണ്ടാകും. അതൊരടയാളമാകും. ദൈവത്തിന് സ്തോത്രം. ഞാൻ മടങ്ങി വരട്ടെ. സ്തോത്രം. പക്ഷേ ഈ 100 പ്രവാചകന്മാർ നമ്മൾ ഈ മീറ്റിംഗിൽ ഇരിക്കുമ്പോഴും സ്റ്റിൽ they are in the cave. അവർ ഇപ്പോഴും ഗുഹയ്ക്കകത്ത. പക്ഷേ സ്തോത്രം, ഈ ഏലിയാവുണ്ടല്ലോ, ഗുഹയ്ക്കകത്തല്ല. സ്തോത്രം, സ്തോത്രം. തൽക്കാലത്തേക്ക് അവനെ ഗുഹയ്ക്കകത്ത് അടയ്ക്കാമെന്നേ ഉള്ളൂ. സ്തോത്രം. ഒരല്പനേരം ഗുഹയ്ക്കകത്തോട്ട് കയറ്റിയെന്നേ ഉള്ളൂ. പക്ഷേ അവന് വേണ്ടി നേരിട്ട് ദൈവം അങ്ങ് ഇറങ്ങി. സ്തോത്രം. നമുക്കറിയാം, കാറ്റിൽ യഹോവയില്ല, തീയിൽ യഹോവയില്ല, ഭൂകമ്പത്തിൽ യഹോവയില്ല. കുറെ കഴിഞ്ഞപ്പോ സ്തോത്രം ഇതിനകത്തിരുന്ന്, ആമേൻ, സ്തോത്രം, ആരും അറിയാതെ ഞാനും നിങ്ങളും അവസാനിക്കും എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു മൃദുസ്വരം തൻ്റെ കാതിൽ വന്ന് വീണു. ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം? സ്തോത്രം, സ്തോത്രം. റീന ഡോക്ടറെ, കാര്യമില്ലാത്തതിനകത്ത് അകപ്പെടുത്തിയിട്ട്, സ്തോത്രം, സ്തോത്രം, നേരിട്ട് ബന്ധമില്ലാത്ത ചില കാര്യങ്ങൾക്കകത്ത് അകപ്പെടുത്തിയിട്ട് ഈ രാത്രി പുറത്തു വരത്തില്ലെന്ന് വാദിക്കുന്ന
ബാധിക്കുന്ന ചില കുടുക്കുകൾക്കകത്തു നിന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു, സ്തോത്രം, കാറ്റിൽ യഹോവയില്ല, തീയിൽ യഹോവയില്ല, സ്തോത്രം, ഭൂകമ്പത്തിൽ യഹോവയില്ല. അതിനകത്തൊക്കെ അങ്ങ് പ്രതീക്ഷ വെച്ചതാ, അതിനകത്തൊക്കെ അങ്ങ് സിസ്റ്റർ പ്രതീക്ഷ വെച്ചതാ. പക്ഷെ ദൈവം എന്നോട് പറയുന്നു, ഇതുവരെ പ്രതീക്ഷിക്കാത്ത ഇടത്തു നിന്ന് ഒരു മുള പൊട്ടി വരും, ഒരു വിടുതൽ പൊട്ടി വരും. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, രക്തത്താൽ ജയം. ആമേൻ. പ്രതീക്ഷിച്ച പലയിടത്തും അമേൻ അമേൻ യഹോവയില്ലായിരുന്നു. പക്ഷെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥാനത്ത് നിന്ന് ദൈവശബ്ദം വെളിപ്പെടുക. ആമൻ, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം? സ്തോത്രം. എന്നിട്ട് പറയുക, നീ പുറത്തു വന്ന് എൻ്റെ മുൻപാകെ നിൽക്ക. എന്തൊരു പ്രിവിലേജാന്ന് നോക്കിയേ. സ്തോത്രം. ഒരു സ്ത്രീ ശക്തി പൊരുതിയപ്പോൾ, ഒരു ഇസബേലിയ ശക്തി പോരാടിയപ്പോൾ ദൈവഭക്തനോട് ദൈവം പറയുക, നിനക്ക് കാര്യമില്ലാത്ത വിഷയം എന്തിനാ നീ പൊട്ടിച്ച് വായിച്ചത്? എന്തിനാ മെസ്സേജ് നീ വായിച്ചത്? എന്തിനാ നീ ആ വാട്സാപ്പ് തുറക്കാൻ പോയത്? നീ പുറത്തു വന്ന് എൻ്റെ മുമ്പിൽ നിൽക്കുക. ഇന്ന് രാത്രി ചില മെഡിക്കൽ റിപ്പോർട്ടുകൾ പരിശുദ്ധാത്മാവ് ക്യാൻസൽ ചെയ്യും. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഡോക്ടർമാർ കുറിച്ച പ്രിസ്ക്രിപ്ഷൻ നിന്റെ കയ്യിൽ നിന്ന് പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ട് പോകും. സ്തോത്രം. നിനക്ക് കയ്യിൽ കിട്ടിയ ആ സ്തോത്രം ചില സ്കാനിങ് റിപ്പോർട്ടുകളെ പരിശുദ്ധാത്മാവ് ക്യാൻസൽ ചെയ്യും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി ചില റിപ്പോർട്ടുകളെ കർത്താവ് തിരുത്തും. ദൈവത്തിന് സ്തോത്രം. ഏലിയാവിനോട് ദൈവം പറയാണ്, നീ പുറത്തു വന്ന് എൻ്റെ മുൻപാകെ നിൽക്കുക. എൻ്റെ പഠനത്തിൽ 2 പേരോടെ ദൈവം അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. സ്തോത്രം. ഒന്ന് അബ്രഹാമിനോടാ പറഞ്ഞത്, നീ നിഷ്കളങ്കനായി എൻ്റെ മുൻപാകെ നടക്ക. 2 ഏലിയാവിനോട് പറഞ്ഞു, നീ പുറത്തു വന്ന് എൻ്റെ മുൻപാകെ നിൽക്ക. ദൈവത്തിന് സ്തോത്രം. ഏലിയാവിനോട് കർത്താവ് പറയാണ്, നിനക്ക് കാര്യമില്ലാത്തടത്ത് കയറി കിടന്ന് സങ്കടപ്പെടേണ്ട കാര്യമെന്ന്. ബാലിന് മുട്ടുമടക്കാത്ത, ബാലിനെ ചുംബിക്കാത്ത 7000 പേരെ ഞാൻ ഇസ്രായേലിൽ എനിക്ക് വേണ്ടി വേർതിരിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നീ പുറത്തു വന്ന് എൻ്റെ മുൻപിൽ നിൽക്ക. സ്തോത്രം. 100 പേര് ഇന്ന് വരെ പുറത്തു വന്നിട്ടില്ല. ശുശ്രൂഷയുള്ള പലരും സൂമിൽ കയറിയവരുണ്ട്, ഉപവാസം ഇരുന്നവരുണ്ട്. പക്ഷെ അവരാരും ഇന്നും ഗുഹയ്ക്കകത്തൊന്ന് പുറത്തു വന്നിട്ടില്ല. പക്ഷേ ശുഷ്കാന്തിയോടെ കർത്താവിൻ്റെ വേലയെന്നുള്ള ഒറ്റ ഫോക്കസിൽ നിന്ന് ഏലിയാവിനെ ദൈവം എന്ത് ചെയ്തു? ആ ഗുഹയ്ക്കകത്ത് അവസാനിക്കാൻ ദൈവം അനുവദിച്ചില്ല. ദൈവം നേരിട്ടിടപെട്ടു. ഇന്ന് രാത്രി ചിലരോട് കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു, നിനക്ക് വേണ്ടി കർത്താവ് ചിലയിടത്ത് നേരിട്ടിടപെടും. സ്തോത്രം. ഇന്ന് രാത്രി എൻ്റെ പ്രസംഗത്തിൻ്റെ കുറിപ്പിൻ്റെ ഉറപ്പ് നഷ്ടപ്പെട്ടു പോയി. ആരൊക്കെയോ പ്രാർത്ഥിച്ച് കയറിയത് കൊണ്ട് ഞാൻ ഒരു കുറിപ്പൊക്കെ തയ്യാറാക്കിയ ഇരുന്നത്. പക്ഷെ ഉറപ്പ് കുറിപ്പിൻ്റെതല്ല, അഭിഷേകത്തിൽ നീ ദൂത് പറയുക. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇതുവരെ ഞാൻ പറയാത്ത പുതിയ ആശയങ്ങളും പറയാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഏലിയാവിനോട് കർത്താവ് പറയുകയാണ്, നീ പുറത്തു വന്ന് എൻ്റെ മുൻപിൽ നിൽക്കുക. താൻ പ്രതീക്ഷിച്ചതെടുത്തുനിന്നൊക്കെ തന്നെ ഒരു വ്യത്യസ്തനാക്കി മാറ്റി. 38 വർഷമായ ഒരാള് അവൻ വർഷത്തിലൊരിക്കൽ ദൂതൻ ഇറങ്ങുന്നതും കുളം കലങ്ങുന്നതും ആദ്യം ചാടുന്ന വ്യക്തിക്ക് സൗഖ്യവും പ്രതീക്ഷിച്ച് നിൽക്കുക. പക്ഷെ അവൻ സൗഖ്യം കണ്ടിട്ടുണ്ട്, പക്ഷെ അവൻ ഇന്ന് വരെ സൗഖ്യം പ്രാപിച്ചിട്ടില്ല. പക്ഷെ 38 വർഷവും താൻ ആറ്റു നോറ്റിരിക്കുന്ന ആ വർഷത്തിലൊരിക്കലെ വിടുതലുണ്ടല്ലോ, ദൂതൻ ഇറങ്ങുന്നതും കുളം കലങ്ങുന്നതും സൗഖ്യമാകുന്നതുമൊക്കെ. പക്ഷെ ഇന്ന് താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തുനിന്ന് ഒരാൾ നടന്നു വരിക. തൻ്റെ പിൻപിൽ നിന്നൊരു ശബ്ദം, സ്തോത്രം, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? പ്രൈസ് ദി ലോർഡ്. 37 വർഷമായിട്ടും സൗഖ്യമാകാതെ പ്രതീക്ഷയില്ലാതെ കിടന്ന ഒരു വിഷയത്തെ കർത്താവ് പ്രതീക്ഷ നൽകുകയാണ്. കർത്താവ് എഴുന്നേൽപ്പിക്കുക. കർത്താവിനോട് പറയാണ്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? എന്നിട്ട് കർത്താവിനോട് പറയാണ്, കിടക്ക എഴുന്നേറ്റ് നീ ഇവരുടെ ഇടയിലൂടെ നടന്നു പോകാം. ദൈവത്തിന് സ്തോത്രം. അതിനർത്ഥം എന്നാ? നിന്റെ വിഷയത്തിന് ഒത്തിരി കാലപ്പഴക്കം വന്നു. ഒരുപാട് വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, ലഭിക്കുന്ന എല്ലാ ലിങ്കിലൂടെയും സൂമിലൊക്കെ കയറുന്നുണ്ട്. പക്ഷേ 37 വർഷമായിട്ടും ഈ വിഷയത്തിന് മാത്രം ഒരു ചലനമില്ല. കർത്താവ് പറയുന്നു, പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ അവൻ പുതുവഴികളെ തുറക്കുന്ന ദൈവമാണ്. നീ ആഗ്രഹിച്ച സമയത്തും ആഗ്രഹിച്ച സ്ഥലത്തുകൂടെയും നീ പ്രാർത്ഥിച്ച വ്യക്തികളിലൂടെയൊന്നും വഴികൾ തുറന്നിട്ടില്ല. പക്ഷെ ഇതുവരെ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയും വ്യക്തികളിലൂടെയും പരിശുദ്ധാത്മാവ് ചില ചാലുകൾ നിനക്കായി കർത്താവ് തുറക്കും. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, നമ്മൾ വായിച്ച വാക്യത്തിലേക്കൊന്ന് ഓടി വരാം. അബ്രഹാമിനോട് ദൈവം ഇടപെടുകയാണ്. സാറയ്ക്ക് വേണ്ടി കർത്താവ് രാജാവിനോട് സംസാരിക്കുകയാണ്. 20-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ സാറ ചിന്തിച്ചു കാണും,
എൻ്റെ ജീവിതം കളങ്കപ്പെടാൻ പോകുകയാണ്. സർവശക്തൻ ഞങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾക്കെല്ലാം എതിരായി കാര്യങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. കാരണം ഞാനിപ്പോൾ ആയിരിക്കുന്ന ആ കരത്തിന് എന്നെ എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട്. അത് ദേശം ഭരിക്കുന്ന ഒരു വലിയ രാജാവിൻ്റെ കൈയാണ്. എന്തിനും അധികാരമുള്ള ഒരു കരമാണ്. പക്ഷെ അവിടെ എൻ്റെ ദുർബലമായ എൻ്റെ നീതിക്ക് എന്താണ് പ്രസക്തി, എൻ്റെ അഭിഷേകത്തിന് എന്താണ് പ്രസക്തി, എന്നെ വിളിച്ചിറക്കിയ ദൈവത്തിൻ്റെ ശബ്ദത്തിന് എന്താണ് എന്നെ വിടുവിക്കാൻ കഴിയുമോ എന്ന സമ്മിശ്ര വികാരങ്ങളിൽ ഈ സഹോദരി ഒറ്റപ്പെട്ട് ഭാരപ്പെട്ട് കിടക്കുമ്പോൾ, ആമേ സ്തോത്രം, ഇന്ന് രാത്രിയിൽ എന്തൊക്കെയോ എൻ്റെ ലൈഫിൽ കളങ്കപ്പെടും, എന്തൊക്കെയോ എൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ വരും, എന്തൊക്കെയോ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഭാരത്തോടെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നേരം പുലരുന്നതിന് മുൻപ് ഞാൻ ഉറപ്പായി വിളിച്ചു പറയുന്നു, സ്തോത്രം, ഈ രാത്രിയിൽ പുലരുന്നതിന് മുൻപ്, ഈ രാത്രി അവസാനിക്കുന്നതിന് മുൻപ്, അടുത്ത പ്രഭാതത്തിന് മുൻപ് ഒരു ദൈവപ്രവൃത്തി സംഭവിച്ചിരിക്കും. ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഞാൻ എൻ്റെ ഹൃദയത്തിൽ കർത്താവ് തരുന്ന ഒരു വചനത്തിന്റെ വെളിപ്പാടൂടെ പറയാം. സ്തോത്രം. ഒന്ന് 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ശലോമോൻ എന്ന് പറയുന്ന ആ വലിയ രാജാവ് അധികാരം ഏറ്റെടുത്തു. താൻ ചെയ്ത ഒരു കാര്യമുണ്ട്. ആലയത്തിൽ 1000 ഹോമയാഗം കഴിച്ചു. എന്തോ കഴിച്ചു? സ്തോത്രയാഗം കഴിച്ചു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കാളയില്ല, ആടില്ല, നമുക്ക് സ്തോത്രയാഗം മാത്രമേ ഉള്ളൂ. 1000 സ്തോത്രയാഗം കഴിച്ചു. 1000 സ്തോത്രയാഗം കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? അന്ന് രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ വന്ന് അവനോട് സംസാരിച്ചു. സ്തോത്രം. എന്നിട്ട് ചോദിച്ചു, നിനക്ക് എന്താണ് ആവശ്യം, നിനക്ക് എന്താണ് വേണ്ടിയത്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? എൻ്റെ വചനത്തിൻ്റെ വെളിപ്പാടിൽ ഇങ്ങനെ കൈമാറാം. സ്തോത്രം. 1000 സ്തോത്രം പറഞ്ഞ് ആ രാത്രി കിടന്ന് ഉറങ്ങുന്ന ഒരുവന്റെ മുമ്പിൽ പ്രഭാതം പുലരുന്നതിന് മുൻപ് അവൻ്റെ ജീവിതത്തിൽ ദൈവിക വിടുതൽ സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി സ്തോത്രം പറയുന്നവരുടെ എണ്ണം വർദ്ധിക്കട്ടെ. സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥിക്കാനിരുന്നിട്ടും ഒരു അന്തരീക്ഷമില്ല, നീ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. 1000 സ്തോത്രം പറ. നാവ് ഇന്ന് രാത്രി ചലിപ്പിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യുക. വിടുതലില്ലേ? സ്തോത്രം ചെയ്യുക. അല്പസമയം രാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ആത്മാവിൽ സ്തോത്രം ചെയ്യുക. അല്പസമയം ആത്മാവിൽ ഒന്ന് ബലപ്പെട്. സ്തോത്രം. ആ സ്തോത്രം 1000 യാഗം കഴിച്ചു കഴിഞ്ഞപ്പോൾ ആ നേരം പുലരുന്നതിന് മുൻപ് മിനിസിസ്റ്ററെ, യഹോവയായ ദൈവം ശലോമോന്റെ അടുക്കൽ വന്ന് ശലോമോനോട് ചോദിക്കുക, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഇന്ന് രാത്രി മിനിസിസ്റ്ററോട് ആ ചോദ്യം ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുക. ദൈവത്തിന് സ്തോത്രം, നിന്റെ വിഷയം എന്താ? ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ദൈവത്തിന് സ്തോത്രം. ധനം വേണോ? സ്തോത്രം, സ്തോത്രം. ജയം വേണോ? ശലോമോൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കിതൊന്നുമല്ല ആവശ്യം. അങ്ങയുടെ ജനത്തെ നടത്താനുള്ള ഒരു ജ്ഞാനം എനിക്ക് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്, ഈ ദൂത് കഴിഞ്ഞ് ഈ മീറ്റിംഗ് അവസാനിപ്പിച്ച് ഈ ദൈവദാസൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞാലും ഈ പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ മേൽ വീണ ഈ വെളിപ്പാടുകൾ മറയരുത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അല്പസമയം ഒന്ന് സ്തോത്രം ചെയ്തേ. ലഭിച്ചതിന് പാട്ട് പാടുമ്പോൾ ആ ദൈവദാസൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നടത്തിയതിന്, ലഭിച്ചതിന് മാത്രമല്ല, നന്മകൾക്ക് മാത്രമല്ല, പോയ തിന്മകൾക്കും സ്തോത്രം ചെയ്യണം. സ്തോത്രം, 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 സ്തോത്രം. പ്രാർത്ഥിച്ച് വിടുതൽ കിട്ടിയതിന് മാത്രമല്ല, ലഭിക്കാത്തതിനും സ്തോത്രം ചെയ്യണം. ചിലരൊക്കെ പ്രാർത്ഥിച്ചു, പലരൊക്കെ ഓർത്തു, വഴികളൊക്കെ തുറന്നു, ജോലിയിലൊക്കെ പ്രമോഷൻ കിട്ടി, ശുശ്രൂഷയിലൊക്കെ പല അംഗീകരണങ്ങൾ കിട്ടി. സ്തോത്രം ചെയ്യുക മാത്രമല്ല, ചിലർ മറന്നതിന് സ്തോത്രം ചെയ്യണം, ചില തിന്മകൾക്ക് സ്തോത്രം ചെയ്യണം. ഒടുവിൽ നിറകണ്ണുകളോടെ നീ പറയും, ഞാൻ ഇത്രയൊന്നും ആഗ്രഹിച്ചില്ലല്ലോ, ഞാൻ ഇത്രയൊന്നും ചോദിച്ചില്ലല്ലോ, ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ലല്ലോ, ഞാൻ ഇത്രത്തോളം ഒന്നും വിശ്വസിച്ചില്ലല്ലോ. അതിൻ്റെ പേരാണ് എഫേസ്യ ലേഖനം 3:20. അത് ആത്മീയ വശത്താണെങ്കിലും അല്പഭൗതികതയിലൂടെ നമുക്ക് എടുത്ത് ഒന്ന് സ്തോത്രം ചെയ്യാം. ചോദിക്കുന്നതിനേക്കാൾ, നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി ചെയ്യുവാൻ ഈ നേരം പുലരുന്നതിന് മുൻപ് എൻ്റെ ദൈവത്തിൻ്റെ കരത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവരാ കരമുയർത്തി അല്പസമയം ഒന്ന് സ്തോത്രം ചെയ്തേ, സ്തോത്രം ചെയ്തേ. ശലോമോനെ, നീ രാത്രി ചോദിച്ചത് കേവലം ജനത്തെ പരിപാലിക്കാനുള്ള പരിപാലനപരമാണ്, ജനത്തിന് കൊടുക്കാനുള്ള ജ്ഞാനമാണ്, ജനത്തെ നടത്താനുള്ള ഒരു ആത്മീക ശുശ്രൂഷയാണ് നീ ചോദിച്ചത്. പക്ഷെ നീ ചോദിച്ചത് മാത്രമല്ല, നീ നനച്ചത് മാത്രമല്ല, നീ ചോദിച്ചത് ജ്ഞാനമാണെങ്കിൽ, നീ ചോദിച്ചത് വിവേകമാണെങ്കിൽ, അതിനോടൊപ്പം ഞാൻ നിനക്ക് എന്തുകൂടെ തരും?
ഇതുവരെ ആർക്കും കൊടുക്കാത്ത ധനം, ആർക്കും തരാത്ത ബഹുമാനം, ആർക്കും തരാത്ത ചില പദവികൾ ഞാൻ നിനക്ക് കൈമാറും. ആരോടൊക്കെയോ കർത്താവ് പറയുന്നു, നിന്റെ ശുശ്രൂഷയിൽ ഇന്ന് വരെ ലഭിക്കാത്ത ചില അർഹതകൾ, ചില മാന്യതകൾ, ചില പുതിയ ബന്ധങ്ങൾ ഈ സെക്കൻഡ് സെഷനിൽ കർത്താവ് നിനക്ക് കൈമാറും. ദൈവത്തിന് സ്തോത്രം. അല്പസമയം ഒന്ന് സ്തോത്രം ചെയ്തേ. ഞാനും ഈ ദൂത് വിശ്വാസത്താൽ ഏറ്റെടുക്കുക. എന്നോടും ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. കർത്താവിനോട് പറയുന്നത്, ഈ രാത്രി പുലരുന്നതിന് മുൻപ്, അടുത്ത പ്രഭാതം നീ എഴുന്നേൽക്കുന്നതിന് മുൻപ് നീ സ്തോത്രം ചെയ്ത ഏതൊക്കെയോ കാര്യങ്ങൾക്ക് കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. സമയം ഓടിപ്പോകുന്നല്ലോ. രക്തത്താൽ ജയം. സ്തോത്രം ചെയ്താൽ മറ്റൊന്നും വേണ്ട. ആ കാര്യത്തെ ഓർത്ത് അല്പസമയം ഒന്ന് സ്തോത്രം ചെയ്ത് ദിവസം ഇരുന്ന് നോക്കിയേ. നമ്മൾ അറിയാതെ അതിന്റെ മൂടുപടങ്ങൾ പൊട്ടുന്നത് കാണാം. നമ്മൾ അറിയാതെ ആ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്നത് കാണാം. ആ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നത് കാണാം. പ്രൈസലോ. ഞാൻ ഇതിന് മുമ്പിലത്തെ മീറ്റിംഗിൽ പറഞ്ഞ ഒരു വിഷയമുണ്ട്. ദൈവത്തിന് എല്ലാത്തിനും നമ്മൾ സ്തോത്രം ചെയ്യണം. ദാവീദിനെ ദൈവം അംഗീകരിക്കാനുള്ള കാരണം മറ്റു പലതുണ്ടെങ്കിലും എൻ്റെ ഹൃദയത്തിൽ ബോധ്യപ്പെട്ട ഈ വിഷയത്തുമായി ബന്ധപ്പെട്ട് പറയാം. ദാവീദ് എല്ലാത്തിനും സ്തോത്രം ചെയ്യുന്ന ആളായിരുന്നു. പൗലോസ് പറഞ്ഞൊരു ഒരു ഒറ്റമൂലിയുണ്ട്. അത് തെസ്സലോനിക്ക ലേഖനത്തിൽ കിടപ്പുണ്ട്. ഗ്രേസിയാനിക്കറിയാം ഏത് വാക്യമാണെന്ന്. ഏത് വാക്യ? തെസ്സലോനിക്ക ലേഖനത്തിൽ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞ് ആമീൻ സ്തോത്രം. ആമീൻ. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. പ്രാക്ടിക്കലാക്കാൻ ഒരല്പ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണെങ്കിലും പ്രാക്ടിക്കലാക്കിയാൽ ഭയങ്കര ഡെലിവറൻസ്. സ്തോത്രം. ഇന്ന് രാത്രി ടിജാമോളെ ഈ വിഷയം ഒന്ന് ഏറ്റെടുത്ത് സ്തോത്രം. ഒരു പ്രവാചകൻ പ്രവചിച്ചില്ലെങ്കിലും ദൂത് പറഞ്ഞില്ലെങ്കിലും നിന്റെ അകത്തൊരു പ്രവാചകിയുണ്ട്. നമ്മുടെ അകത്തൊരു പ്രവാചകനുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രി ഒന്ന് വിശ്വസിച്ചേ. സുനി വയനാട് ഒന്ന് വിശ്വസിച്ചേ. നിന്റെ അകത്ത് കിടക്കുന്ന ഇന്ന് രാത്രി പുറത്തു വരട്ടെ. നമ്മുടെ അകത്ത് കയറിയ പരിശുദ്ധാത്മാവ് കൈമാറിയ ശുശ്രൂഷകൾ, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയെ ഇന്ന് രാത്രി ആത്മാവിലൊന്ന് തുറന്നു വിട്ടേ. എല്ലാറ്റിനും സ്തോത്രം ചെയ്യാൻ. ചിലർ മറന്നതിന്, ചിലർ ഓർത്തതിന്, ചില വഴി തുറന്നതിന്, ചില വഴി അടഞ്ഞതിന്, അവിശ്വസിക്കാതെ സംശയിക്കാതെ ഈ രാത്രി വിശ്വസിച്ചൊന്ന് സ്തോത്രം ചെയ്ത് അടുത്ത പ്രഭാതം പുലരുന്നതിന് മുൻപ് നീ പറഞ്ഞ സ്തോത്രം വെറുതെ പോകത്തില്ല. അത് നിന്റെ റൂഫിന് കീഴെ കിടന്ന് വ്യാപരിക്കത്തില്ല. അത് നിന്റെ റൂഫിന് മുകളിൽ പോകും. അത് സ്വർഗത്തിലെത്തും. അത് ആകാശത്ത് കിടന്ന് കറങ്ങത്തില്ല. അത് സ്വർഗത്തിലെത്തി നിന്റെ പിതാവിന്റെ സിംഹാസനത്തിന്റെ മുൻപിലെത്തി നിന്റെ വിഷയത്തിന്റെ വിടുതലായി അടുത്ത പ്രഭാതം പുലരുന്നതിന് മുൻപ് അതൊരു മറുപടിയായി നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരമായി വെളിപ്പെട്ടു വരും. അനുഭവമുള്ളവരെ കൈ ഒന്ന് ഉയർത്തി എന്നോട് ചേർന്നൊരു നിമിഷം ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്തേ. നിന്റെ രോഗക്കിടക്കയിൽ മരുന്നുകൾ വിഫലമായപ്പോൾ, ആമേൻ, നിന്റെ ഉപദേശം ഫലപ്രദമാകാതെ പോയപ്പോൾ വാ തുറന്ന് ആ വിഷയത്തെ ഓർത്ത് സ്തോത്രം ചെയ്ത് പുറത്തു വന്നവരെന്നെ കേൾക്കുന്നുണ്ടെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. ജയമെടുക്കുന്നു. സ്തോത്രം. നെഹമ്യാവിന്റെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം പഠിക്കുമ്പം ഒന്ന് വായിക്കാമോ? നെഹമ്യാവിന്റെ പുസ്തകം 11-ാം അധ്യായം 17-ാമത്തെ വാക്യം. നെഹമ്യാവിന്റെ പുസ്തകം 11-ന്റെ-17. സ്തോത്രം. ആസാഫിന്റെ മകനായ സബദിയുടെ മകനായ മീഖയുടെ അതാണല്ലോ പ്രാർത്ഥനയിൽ സ്തോത്രം ആരംഭിക്കുന്ന തലവനായ മധ്യന്യാവും രണ്ടാമനവന്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ബക്ബുക്കാവും. അവിടെ വായിച്ച വാക്യം എന്താ? പ്രാർത്ഥനയിൽ സ്തോത്രം ആരംഭിക്കുന്ന മഥന്യ. സ്തോത്രം. അജയ് ബ്രദറെ, എന്തിനാ ഈ പ്രാർത്ഥനയിൽ സ്തോത്രം ആരംഭിക്കുന്നത്? സ്തോത്രം. എന്നേക്കാൾ പ്രായമുള്ളവർ ഈ പ്ലാറ്റ്ഫോമിലുണ്ട്, എന്നേക്കാൾ പ്രായം കുറഞ്ഞവരുണ്ട്. ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. നമ്മളെ ഇന്ന് വരെ ദൈവം നടത്തിയ വഴികൾ മാത്രം ഒന്ന് ഓർത്തേ. സ്തോത്രം. എനിക്ക് തോന്നുന്നു അടൂരി അച്ചായ മാത്രമേ അത് ഏറ്റെടുത്തുള്ളൂ. സ്തോത്രം. ഇന്ന് വരെ നമ്മളെ നടത്തിയ വഴികൾ, നമ്മുടെ ആയുസ്സിൽ ഇന്ന് വരെ ദൈവം നടത്തിയത് മാത്രം ഒന്ന് ഓർത്തേ. എന്തെല്ലാം രോഗങ്ങൾ, എന്തെല്ലാം തകർച്ചകൾ, എന്തെല്ലാം വേലിയേറ്റങ്ങൾ, എന്തെല്ലാം വേലിയിറക്കങ്ങൾ, കൂടെ നിന്നവർ ചതിച്ചത്, കൂടെ നിന്നവർ ഒറ്റിക്കൊടുത്തത്, സാമ്പത്തിക തകർച്ചകൾ, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ, കുടുംബത്തിന്റെ വിഷയങ്ങൾ, എന്തെല്ലാം ജീവിത വഴികളിലെ ഭാരങ്ങൾക്കകത്തും നമ്മെ കൈവിടാതെ പരിപാലിച്ച
അവൻ്റെ കൃപയൊന്ന് ഓർത്ത് ഒന്ന് സ്തോത്രം ചെയ്തേ. എന്തിനാ ഈ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് സ്തോത്രം ചെയ്തെന്നറിയാമോ? അത് നന്ദിയുള്ളവർക്ക് മാത്രമേ പറ്റൂ. സ്തോത്രം. യേശോപ്പാട് സ്നേഹമുള്ളവർക്കേ പറ്റൂ. അത് കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ പറ്റൂ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നന്ദിയുള്ളവരായിട്ട് സ്തോത്രം ചെയ്യണം, സ്തോത്രം ചെയ്യണം. ആമേൻ. പ്രാർത്ഥനയിൽ സ്തോത്രം ആരംഭിക്കുകയാ. ആമേൻ. മരണത്തിന്റെ താഴ്വരയിലൂടെ പോയവരുണ്ട്. എന്താ മരണത്തിന് ദൈവം വിട്ടുകൊടുക്കാഞ്ഞത്? നിന്നെ കൊണ്ട് ദൈവത്തിന് പദ്ധതിയുണ്ട്. സ്മിത ബിനു, ജയ്പൂർ, പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരുപാട് ആമേൻ, നീർച്ചുഴിക്കകത്തകപ്പെട്ട ജീവിതത്തിന്റെ അനുഭവങ്ങൾ, നിനക്ക് തീയിൽ കുരുത്ത ചില സാക്ഷ്യങ്ങളുണ്ടല്ലോ. ഇന്ന് രാത്രി കർത്താവിന് എന്നോട് അങ്ങനെ പറയുന്നു. തുറന്നാൽ മണിക്കൂറുകൾ പറയാനുള്ള ജീവിതാനുഭവങ്ങൾ, കണ്ണുനീരിൽ കുതിർന്ന ചില ജീവിതാനുഭവങ്ങൾ ഇന്ന് രാത്രി കർത്താവ് കണ്ടു പറയുന്നു. ഋബനി അർഗജാലഘടകസ്യാധിന് ഇന്ന് രാത്രി ദൈവാത്മാവ് വിവേചിച്ചു പറയുന്നു, ചിലതിനകത്തുനിന്ന് നീ പുറത്തു വരും. നീ കരയുന്ന വിഷയത്തിനകത്തുനിന്ന് പുറത്തു വരും, പുറത്തു വരും, പുറത്തു വരും. പുറത്തു വരത്തില്ലെന്ന് 100% വാദിച്ചു നിൽക്കുന്ന ചില വിഷയത്തിനകത്തുനിന്ന് നിന്റെ ഫാമിലി പുറത്തു വരും. പ്രൈസ് ദി ലോർഡ്. കർത്താവിനോട് പറയുന്ന വിഷയം, ഞാൻ ഈ വേദി തുറക്കുന്നില്ല, പക്ഷെ ദൈവം എന്നോട് പറയുന്നു, നീ ഒത്തിരി ഭാരം ചുമക്കും. 2 തോളിലും ഞാൻ കൊട്ട കാണുന്നു. ഇന്ന് രാത്രി കർത്താവ് തന്ന വചന വെളിപ്പാട് ഞാൻ പറയുന്നു, അവൻ നിന്റെ കൊട്ടകൾ വിട്ടൊഴിയത്തക്കവണ്ണം, നിന്റെ ചുമലിൽ നിന്ന് ചില ചുമടുകൾ മാറത്തക്കവണ്ണം പരിശുദ്ധാത്മാവിനോട് പറയുന്നു. ജോസേഫിനെ കാരാഗ്രഹത്തിൽ അകപ്പെടുത്തിയ വിഷയങ്ങൾ പോലെ ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഓർക്കേണ്ടവൻ സമയത്തോർത്തപ്പോൾ അവനെ ദൈവം രാജകീയമായിട്ട് മാനിച്ചു. സ്തോത്രം. നഷ്ടപ്പെട്ട ഉടുപ്പിനെ കുറിച്ചുള്ള ബോധ്യം ജോസഫിനെ വല്ലാതെ സങ്കടപ്പെടുത്തി. പക്ഷേ അവൻ പോലും അറിയാതെ അവന്റെ പാകത്തിലുള്ള ഒരു ഷർട്ട്, ഒരു ഉടുപ്പ് കൊട്ടാരത്തിൽ തയ്ക്കുന്നുണ്ട് കേട്ടോ. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഇന്ന് രാത്രി ഇങ്ങനെ പ്രവചിക്കാൻ, യഹോവ ഈരേ, കരുതും കേട്ടോ. തലമുറയ്ക്ക് വേണ്ടി കരുതും, കുടുംബത്തിന് വേണ്ടി കരുതും. ഒത്തിരി കരുതൽ കണ്ട ഒരു ദൈവദാസിയ. പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു, ഇനിയും നിങ്ങൾ കരുതൽ കാണും, കരുതൽ കാണും. സ്തോത്രം. എന്നോട് പറഞ്ഞു, ആയുസിന്റെ ദൈർഘ്യമേറിയ കാലങ്ങൾ. സ്തോത്രം. എന്നോട് ഇങ്ങനെ ദൈവദാസിയോട് പറയാൻ കർത്താവ് പറയുന്നു, മന്നായിക്ക് 24 മണിക്കൂറേ ഡ്യൂ ഡേറ്റ് ഉള്ളൂ. പക്ഷേ അത് പെട്ടകത്തിനകത്ത് വെച്ചപ്പോൾ വർഷങ്ങളോളം സാന്നിധ്യത്തിനകത്ത് കേടുകൂടാതെ ഇരുന്നു. ഇനിയും ആയുസ്സുണ്ട്, ഇനിയും ആരോഗ്യമുണ്ട്, ഇനിയും മിനിസ്ട്രി ഉണ്ട്, ഇനിയും ഓട്ടമുണ്ട്, ഇനിയും പ്രാർത്ഥിക്കും, ഇനിയും കർത്താവിന്റെ മിനിസ്ട്രിയിൽ ശക്തമായി പ്രയോജനപ്പെടും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ മടങ്ങി വരട്ടെ. ഒന്ന്, പ്രാർത്ഥനയിൽ സ്തോത്രം ആരംഭിക്കുന്ന എന്തിനാ ഗ്രേസി ആൻറ്റി? നടത്തിയ വഴികൾ ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. കരുതിയ കരുതൽ ഓർക്കണം. എന്നെ കേൾക്കുന്ന ഞാൻ ചിലരുടെ പേരെടുത്ത് പറയുന്നത് നിങ്ങളെ മറ്റു പലരെ ഇഗ്നോർ ചെയ്തുകൊണ്ടല്ല, നടത്തിയ വഴികൾ ഓർക്കണം. സ്തോത്രം. നീ മറ്റൊരു സ്തോത്രമുണ്ട്, അതുകൂടെ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്തോത്രം. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. നിങ്ങൾ സമയം എടുക്കുന്നതിന് മുമ്പ് ഞാൻ വായിക്കാം. അങ്ങനെ ഞാൻ വായിക്കുന്ന വാക്യം അങ്ങനെ തന്നെയാണോ നിങ്ങൾ നോക്കിയാൽ മതി. സ്തോത്രം. തനിക്ക് വിരോധമായി രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ വീട്ടിൽ ചെന്നു, താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ സ്തോത്രം പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്തു. ഈ സ്തോത്രം എന്തിനാണെന്നറിയാമോ? സ്തോത്രം. ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾക്ക് മുമ്പിൽ കർത്താവ് വിടുവിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇപ്പൊ താൻ പ്രാർത്ഥിച്ചു, അഡ്വാൻസ് ആയിട്ട് സ്തോത്രം ചെയ്തു. എന്തിനാണെന്നറിയാമോ മേരിക്കുട്ടി ആൻറ്റി? എന്തിനാണെന്നറിയാമോ സ്തോത്രം? എന്തിനാ ഇപ്പൊ സ്തോത്രം ചെയ്യുന്നറിയാമോ? നാളത്തെ പ്രഭാതം പുലരുമ്പോൾ ചിലർ നാട്ടിൽ ലഡു വിതരണം ചെയ്യാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. VD സതീശൻ മുഖ്യമന്ത്രി ആയതിനല്ല, പ്രാർത്ഥനക്കാരൻ ഒതുങ്ങിപ്പോയി. പ്രാർത്ഥനക്കാരൻ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് പെട്ടുപോയി. സ്തോത്രം. അവന്റെ അസ്ഥി പോലും ഇല്ലെന്ന് നാട്ടുകാര് പറഞ്ഞു വരുത്തി മുട്ടായി വിതരണം ചെയ്ത്, ലഡു വിതരണം ചെയ്ത്, സ്തോത്രം, ഇങ്ങനെ കള ഒരുങ്ങി നിൽക്കുമ്പോ തേണ്ട പ്രഭാതത്തിൽ ഒരുവൻ പ്രൈസ് ദി ലോർഡ് വന്ന് പറയും. ഇതല്ലേ വിടുതൽ? ഇതല്ലേ റീന ഡോക്ടറെ വിടുതൽ? സ്തോത്രം. അടുത്ത പ്രഭാതത്തിൽ ഒരുത്തൻ താണ്ടെ തീർന്നെന്ന് കരുതി എല്ലാവരും പുറത്ത് ലഡുവൊക്കെ വിതരണം ചെയ്തതാ. പക്ഷെ അടുത്ത പ്രഭാതത്തിൽ ഒരുത്തൻ പ്രൈസ് ദി ലോർഡ് പറഞ്ഞിട്ട് വന്ന് പറയാ, രാജാവ് ദീർഘായുസായിരിക്കട്ടെ. സ്തോത്രം. ആ പദം വായിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ചോദിച്ചു, ദാനിയേലിന്റെ സ്ഥാനത്ത് നീയായിരുന്നു എന്നാ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, എനിക്ക് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്നെ കുഴിയിൽ ചാടിച്ചവന് ദീർഘായുസ് കൊടുക്കുന്നത്
അത് സ്തോത്രം, നീതിയല്ലല്ലോ സ്തോത്രം. പക്ഷെ കൃപയുള്ളവൻ പറഞ്ഞു, സ്തോത്രം, രാജാവേ, ഈ കുഴിയിലിട്ടതിന് അങ്ങേക്ക് ദീർഘായുസായിരിക്കട്ടെ. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി ആരോടെങ്കിലും നിന്നെ കുഴിയിൽ ചാടിച്ചവനോടോ നിനക്ക് ഈ അവസ്ഥയിൽ വരാൻ കാരണമായവനോടോ ഏതെങ്കിലും ഒരു ബിറ്റർ എക്സ്പീരിയൻസ്, ഏതെങ്കിലും ഒരു കയ്പിന്റെ പേര്, അത് വീട്ടിലുള്ളവരോടോ വീട്ടിന് പുറത്തുള്ളവരോടോ ആയിക്കോട്ടെ, ഒരു കയ്പിന്റെ പേരുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ മീറ്റിംഗ് ഞാൻ പ്രസംഗിച്ച് തീർക്കുന്നതിന് മുൻപ് വിട്ടുകളഞ്ഞേക്കണം. ആരോടും ഒരു കയ്പും വേണ്ട, ഒരു വിദ്വേഷവും വേണ്ട, ഒരു വെറുപ്പും വേണ്ട. കാരണം എന്നാണെന്നറിയാമോ? നിന്നെ ഇട്ടതും ദൈവത്തിന്റെ നിയോഗം. സ്തോത്രം. ചിലരൊന്നും സ്തോത്രം പറഞ്ഞില്ല. പ്രൈസ് ദ ലോർഡ്. നീ ആ കുഴിയിൽ വീണത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണെന്ന്. സ്തോത്രം. ഞാനൊരു വാക്യം നിങ്ങൾക്ക് തരാം, പിന്നീട് വായിച്ചാൽ മതി. ഞാനതൊക്കെ ഒന്ന് പ്രസംഗിക്കാനിരുന്നതാ. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. അതിന്റെ 27-ാമത്തെ വാക്യം വായിക്കാൻ സമയമില്ല, പിന്നീട് നിങ്ങൾ വായിച്ചാൽ മതി. സ്തോത്രം. അത് പത്രോസ് സന്നദ്ധി സംഘത്തിന് മുമ്പിൽ പത്രോസ് പറയുന്ന ഒരു പ്രസ്താവനയാണ്. അതിനകത്തൊരു ആലോചന കിടപ്പുണ്ട്. ഞാൻ അവിടേക്ക് പോകുന്നില്ല. സ്തോത്രം. ജാതികളും യഹൂദന്മാരും പിന്നെ പീലാത്തോസും എല്ലാവരും കൂടി യേശുവിനെ അങ്ങ് തകർക്കാമെന്ന് വെച്ചു. പക്ഷേ സ്തോത്രം, മറ്റൊരാലോചന ഇവിടെ കിടപ്പുണ്ട്. എല്ലാവരും ഒരുമിച്ച് കൂടിയെങ്കിലും എന്ത് നടക്കണം, എന്ത് സംഭവിക്കണമെന്ന് തീരുമാനമെടുത്തത് നിന്റെ സ്വർഗസ്ഥനായ പിതാവാണ്. സ്തോത്രം. ഇവിടെ എല്ലാവരും കൂടി അമ്മ നിന്നെ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്തിട്ട് അങ്ങ് ഒതുക്കിക്കളയാം, നിന്റെ ഭാവിയെ തകർക്കാം, നിന്റെ ശുശ്രൂഷയെ ഒതുക്കാം, നിന്റെ ആരോഗ്യത്തെ അങ്ങ് ഒതുക്കാമെന്നൊക്കെ ചിന്തിച്ച് പലതും പ്രവർത്തിച്ച് അണിയറയിൽ പല പ്രവർത്തനങ്ങളൊക്കെ നടത്തി നിനക്കെതിരെ പല ചരടുവലികളും നടത്തുമ്പോൾ ഓർത്തോണം. സ്തോത്രം. എനിക്കെന്ത് സംഭവിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ മന്ത്രവാദിയല്ല, ഇവിടുത്തെ ക്ഷുദ്രക്കാരനല്ല, ഇവിടുത്തെ ആഭിചാരകനല്ല, ഇവിടുത്തെ ഒരു ഇരുട്ടിന്റെ പദ്ധതിയുമല്ല. എനിക്കെന്ത് സംഭവിക്കണമെന്ന് തീരുമാനിക്കുന്നത് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ്. എൽസമ്മ ബിജു ഒന്ന് കൈ ഉയർത്തി സ്തോത്രം ചെയ്തേ. എന്ത് സംഭവിക്കണമെന്ന് തീരുമാനമെടുക്കുന്നത് ഇവിടുത്തെ നാട്ടുകാരല്ല, അയൽവക്കക്കാരല്ല, ചുറ്റുപാടുള്ള സാഹചര്യങ്ങളല്ല. ഇന്ന് രാത്രി സാഹചര്യം പ്രതികൂലമാണ്, പക്ഷെ ഒരു വചനവെളിപ്പാട് ഞാൻ ആ ഫാമിലിയോട് കൈമാറാം. ആകാശത്തിലോട്ട് നോക്കിയ കാറ്റൊന്നുമില്ല, പക്ഷേ ഭാവിയെ നോക്കി പ്രവചിച്ചോണം കേട്ടോ. ഒരു കാറ്റ് വരുന്നുണ്ട്. സ്തോത്രം. ഒരു കാറ്റടിക്കാൻ പോവുക. എന്തിനാണെന്നറിയാമോ? ചിലതൊക്കെ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തരാൻ, ഒരു തകർച്ചയിൽ നിന്ന് സ്തോത്രം, ചില നഷ്ടങ്ങളിൽ നിന്ന് ചിലതിനെ മടക്കിത്തരാൻ, ചിലതിനെ പിടിച്ച് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു. കർത്താവിനോട് പറയുന്നു, ഒരു കാറ്റ് വരുന്നുണ്ട്. കാറ്റ് വരുന്നുണ്ട്, ഒരു കാറ്റ് വരുന്നുണ്ട്. ആ കാറ്റ് വരുമ്പോൾ നിന്റെ സ്ഥിതിക്ക് ദൈവം വ്യത്യാസം വരുത്തും, അവസ്ഥകളെ ദൈവം മാറ്റും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, എന്ത് സംഭവിക്കണമെന്ന് തീരുമാനിച്ചതാരാ മിനിസിസ്റ്ററെ? സ്വർഗത്തിലെ എൻ്റെ അപ്പായ. സ്തോത്രം. മെഡിക്കൽ റിപ്പോർട്ടൊക്കെ കയ്യിരിക്കട്ടെ, എനിക്ക് എന്ത് സംഭവിക്കണം, ഞാൻ നാളെ എവിടെ എത്തണം, ഇതൊക്കെ തീരുമാനിക്കുന്ന സ്വർഗത്തിലെ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളിൽ പലരും പൂവത്തൂർ ഉണർവിന്, എനിക്കറിയാം റീനാസസ് ഒരു പക്ഷേ ഇതറിയായിരിക്കും, പൂവത്തൂർ ഉണർവ് എന്ന് പറയുന്ന ഉണർവ് നടന്നിട്ടുണ്ട്. IPC ഒക്കെ രൂപപ്പെടുന്നതിന് മുൻപ് അന്ന് ഒരു ഭയങ്കര ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. ഈ പൂവത്തൂര് മത്തായിച്ചൻ എന്ന് പറയുന്ന ഒരു ദൈവദാസനുണ്ട്. അദ്ദേഹം യാശാരി ഉപദേശിയെ പോലെ എഴുതാനും വായിക്കാനും ഒന്നും വലിയ അറിവില്ല, സ്വന്തം കൈപ്പടയിൽ ഒപ്പിടാൻ അറിയത്തില്ല. പക്ഷേ അന്നത്തെ കാലത്ത് വേർപാടിന്റെ ഉപദേശം പറയുന്ന സ്തോത്രം ഒരു തീവ്രവാദിയായിരുന്നു. അദ്ദേഹം ഒരു സന്ധിക്ക് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ഥലത്തുള്ള ആളുകൾ എല്ലാവരും കൂടി ഇദ്ദേഹം പരസ്യയോഗത്തിൽ ഭയങ്കര മിടുക്കന്, നല്ല പാട്ടുപാടും. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാട്ടുകാർ ഒരുമിച്ച് കൂടി ഇദ്ദേഹത്തെ ഓടിച്ച് ഇദ്ദേഹത്തെ തല്ലിക്കൊല്ലാൻ വേണ്ടി ഓടിച്ചതാ. കയ്യിൽ കിട്ടിയ തടിക്കഷ്ണവും മരക്കഷ്ണവും ഒക്കെ ആയിട്ട് ഇദ്ദേഹത്തെ ഓടിച്ചു. അന്ന് നല്ല ഈ പുഴ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. അദ്ദേഹം ആ പുഴയുടെ വക്കത്തെത്തി. ഇന്നത്തെ പോലല്ല, ബാറ്റായുടെ ഷൂസ് ഒന്നുമല്ല കാലേ കിടക്കുന്നത്, പഴയ ടയറിന്റെ റബ്ബറിൽ സോള് ചെയ്തുണ്ടാക്കിയ 2 വള്ളിയുടെ ചെരുപ്പാണ്. നിങ്ങളൊന്നും അത് കണ്ടിട്ട് പോലുമില്ല, കാരണം നിങ്ങളൊക്കെ വലിയ വലിയ ആളുകളാണ്. സ്തോത്രം. പഴയ ആളുകളുടെ കാലിൽ അങ്ങനെയുള്ള ചെരുപ്പായിരുന്നു. സ്തോത്രം. ഇത് ഭാരമായതുകൊണ്ട് ഇതെടുത്ത് കൈ പിടിച്ചു. ഒരു സഞ്ചിയുണ്ട്, കയ്യിലൊരു റാന്തൽ വിളക്കുണ്ടായിരുന്നു, അതവരടിച്ചു പൊട്ടിച്ചു. പക്ഷെ ഈ ഓടി വരുമ്പോൾ ഈ ഒരു പുഴയുടെ മുമ്പിലെത്തി. ആ പുഴയുടെ മുമ്പിൽ വന്ന് അദ്ദേഹം മനസ്സിലായി, ഇനി ഇവരുടെ കയ്യിൽ പെട്ടു, ഇവരുടെ കയ്യിൽ നിന്ന് പുറത്തു വരത്തില്ല. മുമ്പിൽ ഈ പുഴയുടെ തീരം കവിഞ്ഞ് കലക്കവെള്ളം കവിഞ്ഞ് ഒഴുകുകയാ. സ്തോത്രം. അദ്ദേഹത്തിന് മനസ്സിലായി, എൻ്റെ ജീവൻ അവസാനിച്ചു.
ഒന്നുകിൽ ഇവരെന്നെ തല്ലിക്കൊന്ന് പുഴയിലെറിയും, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. പക്ഷേ ഈ ദൈവദാസൻ മുഴങ്കാല് മടക്കി തൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, ഓടാവുന്നിടത്തോളം എല്ലാം ഓടി, അധ്വാനിക്കുന്നിടത്തെല്ലാം അധ്വാനിച്ചു, ഇനിയും മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, നിന്റെ കയ്യിലേക്ക് തരിക എന്നും പറഞ്ഞ് മുട്ടുമടക്കി ആ പുഴയുടെ കരയിൽ ഇരുന്നുകൊണ്ട് ഏൽപ്പിച്ചു കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മേലെ ആത്മാവ് വന്നു. സ്തോത്രം. ഇദ്ദേഹത്തെ തപ്പി ആളുകൾ ഓടി വരിക. ആ പുഴയുടെ കരയിൽ ഇരുന്ന് ഈ മനുഷ്യൻ ആത്മാവിലായി. അദ്ദേഹത്തിന്റെ മുമ്പിൽ ചിറക് വിരിച്ച ഒരു പ്രാവ് വന്നു. സ്തോത്രം. എന്നിട്ട് ഈ പ്രാവ് ഈ മനുഷ്യനോട് പറഞ്ഞു, എൻ്റെ ചിറകിലോട്ട് കയറിക്കൂ എന്ന് പറഞ്ഞു. ഈ മനുഷ്യനെ ചിറകിൽ കയറി. ആമേ സ്തോത്രം. ഇദ്ദേഹം സുബോധം വരുമ്പോൾ ഈ കര കവിഞ്ഞൊഴുകുന്ന ആറിന്റെ അക്കരയില്ല. ഇതൊന്നും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഇന്ന് രാത്രിയിൽ സൂപ്പർ നാച്ചുറലായി നിന്നെ അക്കരെ എത്തിക്കാൻ കഴിയുന്ന, നിന്റെ പിമ്പിൽ നിൽക്കുന്ന ശത്രുവിന്റെ കയ്യിൽ നിന്റെ പ്രാണനെ വിട്ടുകൊടുക്കാതെ എനിക്ക് വിധി പറഞ്ഞതാ. അന്ന് അമ്മാമൻ 200 ചിലുവാന ഇടവക്കാരുടെ പള്ളിയെ റെപ്രസെന്റ് ചെയ്ത് എന്നോട് പറഞ്ഞതാ, നീ കരുതി വെച്ചു 3 മാസം കൂടെ നിനക്ക് ആയുസുള്ളെന്ന്. ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞു, സ്തോത്രം, എന്തിനാ 3 മാസം? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു. നിങ്ങളോട് പ്രസംഗിക്കുമ്പോഴും 57 വയസ്സ് കഴിയാൻ പോവാ, മെയ് 18 ആകുമ്പോൾ. സ്തോത്രം ചെയ്തേ. സ്തോത്രം. അങ്ങനെ ഒത്തിരി വിധി എഴുതിയവർ ഇന്ന് രാത്രി മീറ്റിംഗിൽ കയറിയിട്ടുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. ഇപ്പോൾ നോക്ക്, ഉൽപ്പത്തി 20:7 പറയുന്നു, റൈറ്റ് നൗ, ഇപ്പോൾ ആ പുരുഷന് അവന്റെ അവകാശത്തെ നീ മടക്കി കൊടുത്തേ പറ്റൂ. മടക്കി കൊടുത്തില്ലെങ്കിലോ നീയും നിനക്കുള്ളവരൊക്കെ മരിക്കേണ്ടി വരും. ഞാൻ ഒരു ദൂത് പറയാൻ ഇത്രയും ചുറ്റി വന്നത്. സ്തോത്രം. ദാനിയേൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ദാനിയേൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? തനിക്ക് കെണി വെച്ചത് തൻ്റെ ജോലി സ്ഥലത്തുള്ളവർ തന്നെയാണ്, താൻ താമസിക്കുന്ന സ്ഥലത്തുള്ളവർ തന്നെയാണ്. പക്ഷേ അടുത്ത പ്രഭാതം പുലർന്നപ്പോൾ ക്രൈസ്തലോട് പറഞ്ഞ് രാജാവിന് ദീർഘായുസ് നേർന്ന് ആ മനുഷ്യൻ പുറത്തു വന്നു. അബ്രഹാമേ, നിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഫസ്റ്റ് മ്യൂട്ടാ മ്യൂട്ടാ ഫസ്റ്റ് മ്യൂട്ടാ ഫസ്റ്റ് മ്യൂട്ടായി കിടക്കാം. ഫസ്റ്റ് മ്യൂട്ടാ ഫസ്റ്റ് മ്യൂട്ടായി കിടക്കാം. ഫസ്റ്റ് മ്യൂട്ടാ ഫസ്റ്റ് മ്യൂട്ടായി കിടക്കാം. ഫസ്റ്റ് മ്യൂട്ടാ. സ്തോത്രം. ശ്രദ്ധിച്ചേ, ശ്രദ്ധിച്ചേ. അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്തിന്? സ്തോത്രം. നീ ജീവിച്ചിരിക്കണമെങ്കിൽ അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾക്ക് കുറിക്കുന്നവർ കുറിച്ചു വെച്ചോ. 1 ശമൂവേൽ 7-ാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കൾ അവൻ ശമൂവേലിനോട് പറയുന്ന ഒരു ആലോചനയുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിർത്തരുതേ. സ്തോത്രം. കണ്ണുകളടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ സമയം അവസാനിച്ചു. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ചേ, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ട് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ചിലർ, നിങ്ങളുടെ അയൽവക്കക്കാർ, നിങ്ങളുടെ ദേശത്തുള്ളവർ, നിങ്ങളുടെ ബന്ധുക്കൾ ചിലർ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ട് നിങ്ങളുടെ അടുക്കൽ വരും. ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. അവൻ പ്രാർത്ഥിക്കട്ടെ. ഒരുമിച്ച് കണ്ണുകളടയ്ക്കാം. സ്നേഹവാനായ പിതാവേ, നല്ല രാത്രിക്കായി സ്തോത്രം. ഈ ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ 2ാമത്തെ രാത്രി, കർത്താവ് 1-ാമത്തെ ദിവസത്തെ 2ാമത്തെ സെഷനിൽ ഞങ്ങൾക്ക് ഒന്നിച്ചായിരിക്കാൻ കർത്താവ് തന്ന കൃപയ്ക്ക് സ്തോത്രം. ഒരിക്കലും പുറത്തു വരത്തില്ല എന്ന് വാദിക്കുന്ന വിഷയങ്ങൾക്ക് അകത്തു നിന്നും ഈ മീറ്റിംഗിൽ കയറിയ പലരെയും ആത്മാവ് പുറത്തു കൊണ്ടുവരാൻ പോകുന്നുണ്ട്. സ്തോത്രം. ഒരു പുതിയ ചുവടുവെപ്പിലേക്ക് ആത്മാവ് ചിലരെ നയിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഞാൻ ഈ മീറ്റിംഗിൽ കയറി ഏവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കരം ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തോത്രം. കർത്താവ് ഈ വചനത്താൽ ആലോചനയാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.